بسم الله الرحمن الرحيم إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മളിന്ന് ഇൻഷാ അല്ലാഹ് ഇവിടെ കൂടിയിരിക്കുന്നത് നമുക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ സുറൂറിയത്ത് അല്ല സലഫിയത്ത് എന്ന വിഷയത്തിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രദ്ധിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കും. അതുകൊണ്ട് തന്നെ ആ സംരക്ഷണത്തിന് എതിരാവുന്ന അല്ലെങ്കിൽ ആ സംരക്ഷണത്തിന് ഭംഗം വരുന്ന കാര്യങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നീക്കം ചെയ്യാൻ പണ്ഡിതന്മാരെ എല്ലാ കാലഘട്ടത്തിലും നിശ്ചയിക്കും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സുന്നത്താണ്. എന്ന് വെച്ചാൽ ഏതൊരു കാലഘട്ടത്തിൽ ബാത്തിലിന്റെ ആളുകൾ ഏതൊരു ബാത്തിലുമായി ഹക്കിനെ മോശമായി ചിത്രീകരിക്കാനോ അല്ലെങ്കിൽ ഹക്കിനെ തകർക്കാനോ മറ്റെന്തെങ്കിലും ദുരുദ്ദേശങ്ങളുമായി കടന്നു വന്നു കഴിഞ്ഞാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശറഅ് അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ആഴത്തിൽ പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർ എല്ലാ കാലഘട്ടത്തിലും ഹക്കിനെ പ്രതിരോധിക്കാനുണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വിഷയം പറയാനുള്ള കാരണം എന്താ വെച്ചാല് സലഫിയത്ത് എന്നുള്ള ദീനുൽ ഇസ്ലാമിന്റെ ശരിയായ രൂപം ഈ രൂപത്തെ നമ്മൾക്കറിയാം ദീനുൽ ഇസ്ലാമിന്റെ മറ്റ് പഴച്ച കക്ഷികളിൽ നിന്ന് വേറിട്ട് വ്യതിരിക്തമായി തന്നെ നിലനിർത്തുക എന്നുള്ളത് സലഫിയത്തിനെ അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഈ ഉമ്മത്തില് 73 വിഭാഗങ്ങൾ ഉണ്ടാകും എന്ന് പഠിപ്പിച്ചു തന്നപ്പോ ആ 73-ൽ ഒരു വിഭാഗം ഹക്കിന്റെ ആളുകളാണെന്നും അവരുടെ പ്രത്യേകതയൊക്കെ പഠിപ്പിച്ചെന്ന് നമ്മൾക്കറിയാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വിഭാഗം അവർ മറ്റ് വിഭാഗങ്ങളിൽ കൂടിക്കലരാതെ ഒരു വിഭാഗമായി വ്യതിരിക്തമായി വേറെ തന്നെ നിൽക്കണം. അത് വലൈക്കും സലാം അങ്ങനെ ആകൽ നിർബന്ധമാണ്. അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമിക്കൽ വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അതിനെ സംബന്ധിച്ച് അറിവുള്ള ആളുകളാണെങ്കിൽ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തും പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ ചോദിച്ചു പഠിച്ച് ആഴത്തിൽ മനസ്സിലാക്കി എന്ന് വെച്ചാൽ ഒരുപാട് വഴികൾ നരകത്തിലേക്ക് എത്തിക്കുന്ന ബിദഅത്തിന്റെ വഴികളിൽ നിന്ന് ശരിയായ സിറാത്തുൽ മുസ്തഖീം വേറെ തന്നെ വേർതിരിച്ച് അത് ജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കി കൊടുക്കുക എന്നുള്ളത് അറിവുള്ള ആളുകളുടെ ബാധ്യതയാണ്. എന്ന് വെച്ചാൽ സിറാത്തുൽ മുസ്തഖീമും മറ്റുള്ള വഴികളും കൂടിക്കലരാൻ പാടില്ല. സിറാത്തുൽ മുസ്തഖീമും മറ്റുള്ള വഴികളും കൂടിക്കലരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സിറാത്തുൽ മുസ്തഖീം അല്ലാത്തൊരു വഴി അത് സിറാത്തുൽ മുസ്തഖീമായിട്ട് അവതരിപ്പിക്കുക, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ശ്രദ്ധിക്കണേ, ഹക്കിന്റെ വഴിയല്ലാത്ത ഒരു വഴിയെ ഹക്കിന്റെ വഴിയായിട്ട് അവതരിപ്പിക്കുക, അങ്ങനെ ഒരവസ്ഥ ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ബാത്തിലിന്റെ ആളുകൾ അവരുടെ ബാത്തിലിനെ ഹക്കായി തെറ്റിദ്ധരിക്കുകയും അവരുടെ ബാത്തിൽ എന്ത് ചെയ്യും? അവർ മുഴുകുകയും ചെയ്യും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുക എന്നുള്ളത് വളരെ മോശ അവസ്ഥയാണ്.
അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും നമ്മളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യൽ നിർബന്ധം. ഇത് നമ്മൾ ഈ ഒരു അടിസ്ഥാനം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുമായിട്ട് സലഫിയത്തിനെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാൻ സാധിക്കും. സലഫിയത്ത് എന്നുള്ള ആ സ്വഹാബത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു രൂപത്തിലാണ് സ്വഹാബത്തിനെ വളർത്തിയെടുത്ത് ആ ഒരു മാർഗത്തിലല്ലാത്തൊരു കാര്യത്തെ സലഫിയത്തായി അവതരിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കൂടാ. എന്നുവെച്ചാൽ നമുക്കത് കേട്ട് നിൽക്കാൻ കഴിയാൻ പാടില്ല. അത് നമുക്ക് ആ ഗൈറത്ത്, അത് നമ്മുടെ മറ്റെന്ത് കാര്യത്തിനോടുണ്ടാവുന്ന ഗൈറത്തിനേക്കാളും ദീനിന്റെ വിഷയത്തിൽ ആ ഗൈറത്ത് ഉണ്ടാവേണ്ടതുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ, ഇപ്പൊ ഉദാഹരണം നമുക്ക് മനസ്സിലാൻ വേണ്ടി പറയാം. ഇപ്പൊ നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ പൊതുവെ നമ്മുടെ കേരളത്തിലെ സാഹചര്യത്തില് ഒരു സമൂഹത്തിൽ പൊതുവെ മുസ്ലിങ്ങൾ എന്ന് പരിചയപ്പെടുത്താറുള്ളതും അവതരിപ്പിക്കപ്പെടാറുള്ളതും ആരെയാണ്? ഖുറാഫികളെ, അതായത് ഖബറുമായി അതുമായി ബന്ധപ്പെട്ട ഒരുപാട് അനാചാരങ്ങളും ബിദഅത്തുകളും പലപ്പോഴും ശിർക്ക് വരെ എത്തുന്ന തരത്തിലുള്ള വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും ആളുകളെയാണ് പൊതുവെ ആളുകൾക്കിടയിൽ മുസ്ലിങ്ങളായി പരിചയപ്പെടുത്താൻ മറ്റുള്ള മതങ്ങൾ ശ്രദ്ധിക്കാറുള്ളത്. വളരെ ശ്രദ്ധിക്കണേ, ഈ പറയുന്ന പോയിന്റ് വളരെ ശ്രദ്ധിക്കണം. മറ്റ് മതസ്ഥര് അല്ലെങ്കിൽ മറ്റുള്ള ഇസ്ലാമിന്റെ വളർച്ച അത് ആഗ്രഹിക്കാത്ത ആളുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് മനസ്സിലാൻ വേണ്ടി പോരാണ്. ഈ സിനിമകളിലും സീരിയലുകളിലും അങ്ങനെ മറ്റുള്ള ജനങ്ങളിലേക്ക് ഒരുപാട് ഇറങ്ങിച്ചെല്ലുന്ന ഒരുപാട് കാര്യങ്ങളിൽ അതിലൊക്കെ മുസ്ലിമീങ്ങളായിട്ട് മുസ്ലിം കഥാപാത്രങ്ങൾ, മുസ്ലിം ക്യാരക്ടറുകളൊക്കെ എങ്ങനെയുള്ള ആളുകളായിരിക്കും? എവിടെയെങ്കിലും ഒരു മുവഹിദിനെ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒരു ചരടോ എന്തെങ്കിലും ഒരു അന്ധവിശ്വാസം ഇല്ലാത്ത ഒരു മുസ്ലിം കഥാപാത്രത്തിനെയും എവിടെയും ഇതുവരെ കാണാൻ സാധിക്കൂല. കണ്ടിട്ടുണ്ടോ? അതെന്തുകൊണ്ടാണ്? അത് അറിയാതെ അങ്ങനെ ആയി പോകുന്നതല്ല, നിങ്ങൾ വിചാരിക്കണ്ട. അറിയാതെ അങ്ങനെ ആയി പോകുന്ന, അത് ബോധപൂർവം മനഃപൂർവ്വമുള്ള എന്താണ് ഒരു അജണ്ടയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ശരിയായ ഇസ്ലാമിന്റെ രൂപമല്ലാത്തൊരു കലർപ്പുള്ള ഇസ്ലാമിനെ, അതാണ് ഇത് ഇസ്ലാമിന്റെ ശരിക്കുള്ള രൂപം എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ഇസ്ലാമിനെ തകർക്കാൻ അതിനേക്കാൾ എളുപ്പമുള്ള മറ്റൊരു വഴിയില്ല. ശരിക്കും മനസ്സിലാക്കണം നമ്മളത്. ഇസ്ലാമിന്റെ തനതല്ലാത്ത രൂപത്തെ, കലർപ്പ് കലർന്ന രൂപത്തെ ജനങ്ങൾക്ക് മുന്നിൽ ഇസ്ലാമിന്റെ തനതായ രൂപമായി തെറ്റിദ്ധരിപ്പിക്കുന്നതിനേക്കാൾ ഇസ്ലാമിനെ തകർക്കുന്ന മറ്റൊരു കാര്യമില്ല. കാരണം ഈ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ഇത്തരം സിനിമാ സീരിയലുകളോ അത് മറ്റുള്ള മാധ്യമങ്ങളിലൂടെ ഇസ്ലാമിനെ നോക്കിക്കാണുന്ന ഒരു അന്യമതസ്ഥൻ അവൻ ചിന്തിക്കുക എങ്ങനെയായിരിക്കും? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അവൻ നോക്കിക്കാണുമ്പോൾ ഞങ്ങളുടെ മതത്തിൽ നിർത്തിയിട്ട വിഗ്രഹമുണ്ട്, ഇവിടെ കിടത്തിയിട്ട വിഗ്രഹമുണ്ട്. ആ ഒരു വ്യത്യാസമല്ലാതെ വേറൊരു വ്യത്യാസം എന്ത് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ പ്രത്യക്ഷത്തിൽ കുറച്ചിങ്ങനെ എന്തെങ്കിലും അടയാളങ്ങൾ ഉള്ളതായിട്ട് വേറൊന്നും അവിടെ പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതേപോലത്തെ അവസ്ഥയാണ് സലഫിയത്തിന്റെ വിഷയത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് സലഫിയത്തല്ലാത്ത കാര്യങ്ങൾ ആളുകൾ സലഫിയത്തിന് മേലെ കെട്ടിവെക്കുമ്പോൾ നമുക്ക് കണ്ടു നിൽക്കാൻ സാധിക്കാൻ പാടില്ല. സലഫിയത്തല്ലാത്ത കാര്യം ആരും സലഫിയത്തായിട്ട് പറയാൻ അതിനുള്ളൊരു അവസരം അത് നമുക്ക് കണ്ടു നിൽക്കാൻ സാധിക്കാൻ കഴിയില്ല. നമ്മളതെന്ത് ചെയ്യും? അത് സലഫിയത്തല്ലാത്ത കാര്യങ്ങൾ സലഫിയത്തല്ല എന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും? പറയും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരാള് ഒരു കാര്യം സലഫിയത്തല്ല എന്ന് പറഞ്ഞ് ഒരു കാര്യം ദീനിന്റേതായിട്ട് കൊണ്ടുവരുമ്പോൾ അതിനേക്കാൾ അപകടമുണ്ടാക്കുന്ന കാര്യമാണ് എന്ത്? ഒരു കാര്യം സലഫിയത്തല്ലാത്തൊരു കാര്യത്തെ സലഫിയത്തായി പറയുന്ന വിഷയം. വളരെ ശ്രദ്ധിക്കണം. വളരെ ഗൗരവമുള്ള വിഷയം, വളരെ അപകടമുള്ള വിഷയമാണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ കുറച്ചു മുമ്പത്തെ ദർസില് ഇഖ്വാനികൾ ആധുനിക ഖവാരിജുകൾ എന്ന വിഷയം സംസാരിച്ചപ്പോൾ
നമ്മൾ മൊത്തത്തില്, അതായത് ശരിക്കും പ്രകടമായിട്ടുള്ള ഇഖ്വാനികളെ സംബന്ധിച്ചാണ് സംസാരിച്ചത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതേ ഇഖ്വാനികൾ തന്നെ അല്ലെങ്കിൽ അതേ ആശയം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സലഫി മുഖച്ഛായയോടുകൂടെ, അല്ലെങ്കിൽ എന്താ പറയാ, പണ്ഡിതന്മാർ പറയാറുണ്ട്, ബോഡി സലഫിയും എഞ്ചിന് ഇഖ്വാനിയും. നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്, ആട്ടിൻ തോലിട്ട് ചെന്നായ പറയാറുണ്ട്. അതുപോലെ എന്താ പറയാ, സലഫി മുഖം മൂടി അണിഞ്ഞ ഇഖ്വാനി എന്ന് പറയാം. അതാണ് ഈ സുറൂറിയത്ത് എന്നുള്ളത്. അപ്പോ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോ അവനെന്ത് ചെയ്യും, അവൻ സലഫി ആയിരിക്കും, അല്ലെങ്കിൽ അവൻ സലഫിയാണെന്ന് അവകാശപ്പെടുന്നവനായിരിക്കും, അല്ലെങ്കിൽ സലഫുകളുമായിട്ട് ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാൻ പല പണ്ഡിതന്മാരുടെയും കിതാബുകളെന്ന് ഉദ്ധരിക്കും, അല്ലെങ്കിൽ പല സലഫി പണ്ഡിതന്മാരുടെ പേരുകൾ വായിക്കും, ഇബ്നു തൈമിയ്യൊക്കെ പോലെ. പക്ഷെ അവരുടെ ആശയം ഇഖ്വാനിയത്തായിരിക്കും. ഇങ്ങനെയുള്ള ആളുകളാണ് നമുക്ക് മറ്റുള്ള ഇഖ്വാനികളെക്കാൾ അപകടം. നമുക്കെന്നല്ല, സലഫി ദാവത്തിന് തന്നെ മറ്റുള്ള പുറമേ നിന്ന് ഇഖ്വാനികൾ ചെയ്യുന്ന കുതന്ത്രങ്ങളും മറ്റുള്ള കാര്യങ്ങളെക്കാൾ നമുക്ക് ഏറ്റവും അധികം ഉപദ്രവം ഉണ്ടാവുക സലഫികളായി നടിക്കുന്ന ഇഖ്വാനികളെ കൊണ്ടാണ്. ഇത് എന്താ പറയാ, കുറച്ച് കാലം മുമ്പ് വരെ ഞാനൊരിക്കലും എന്റെ വ്യക്തിപരമായി പറയാണ്, നമ്മുടെ നാട്ടില് എന്താണ് ഇങ്ങനെ സുറൂറിയത്ത് ഇത്രയധികം ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്താ കാരണം എന്നറിയോ? ഈ സുറൂറിയത്ത് എങ്ങനെ ഉണ്ടായത്? അതിന്റെ തുടക്കം എന്താ? തുടക്കം അതായത് ഇഖ്വാനുൽ മുസ്ലിമീൻ എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ജമാഅത്ത് ഇസ്ലാം, ഈ ആശയക്കാരെന്ത് ചെയ്യും, അവരുടെ ആശയം ഇവിടെ സൗദിയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. നേരിട്ട് ശരിക്കും ഇഖ്വാനികൾ ആ ഒരു രൂപത്തിൽ തന്നെ മറ്റു രാജ്യങ്ങളിലൊക്കെ മിസറിലൊക്കെ ഉള്ളതുപോലെ അങ്ങനെ തന്നെ ഇവിടെ നടപ്പിൽ വരുത്താൻ ശ്രമിച്ചിട്ട് അത് നടക്കാതായതിന്റെ കാരണം അവർ പഠിച്ചപ്പോ അവർക്ക് മനസ്സിലായ കാര്യം എന്താന്ന് വെച്ചാല്, ഇവിടെയുള്ള ആളുകൾക്ക് നമ്മൾ ദഅവത്ത് ചെയ്യണമെങ്കിൽ ഏറ്റവും മിനിമം എന്ത് വേണം? അവര് മനസ്സിലാക്കിയത് ആ ദഅവത്ത് ചെയ്യുന്ന ആളുകളിൽ തൗഹീദിനോടുള്ളൊരു, അതിനെ സംബന്ധിച്ചുള്ളൊരു ഇഹ്തിമാമ്, പ്രാധാന്യം കൊടുക്കൽ അവരിൽ പ്രകടമാവണം. അതുപോലെ തന്നെ പ്രത്യക്ഷത്തിൽ സുന്നത്തിന്റെ അടയാളങ്ങൾ എന്ത് ചെയ്യണം? അവരിൽ പ്രകടമാവണം. നമ്മുടെ നാട്ടിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരെ കണ്ടിട്ടില്ലേ? സുന്നത്തിന്റെ അടയാളങ്ങൾ അവരിൽ എവിടെയും കണ്ടിട്ടുണ്ടോ? നിര്യാണിയിലോ അല്ലെങ്കിൽ താടിയിലോ സ്ത്രീകളുടെ മുഖം മറക്കുന്നതിലോ ഒന്നും ഉണ്ടാവില്ല. ഈ തരത്തിലായിക്കഴിഞ്ഞാൽ ഇവിടെ സൗദിയിൽ അവർക്ക് എന്തുണ്ടാവില്ല? യാതൊരു സ്വാധീനം ചെലുത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്തത്? അവർ ഈ രൂപത്തിലേക്ക് മാറിയത്. പ്രത്യക്ഷത്തില് സലഫി, ഉള്ളില് ഇഖ്വാനി. ഇങ്ങനെ ആയാൽ എന്താ മെച്ചം? ഇങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യാൻ സാധിക്കും? വളരെ പെട്ടെന്ന് ചാക്കിലാക്കാൻ പറ്റും. അധികം അറിവില്ലാത്ത എന്നാൽ തൗഹീദിനോട് സ്നേഹമുള്ള, സുന്നത്തിനോട് സ്നേഹമുള്ള ആളുകളെ അവരറിയാതെ തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? ഇഖ്വാനിയത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാല്, നമ്മുടെ നാട്ടിൽ പിന്നെ അങ്ങനത്തെ ഒരു അവസ്ഥയല്ലല്ലോ. എല്ലാ തരത്തിലുള്ള ആളുകളും അവരുടെ കാര്യങ്ങളുമായി വളരെ സുഗമമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനൊരു നാട്ടിൽ ശരിക്കും അവിടെ എന്ത് വേണ്ട ആവശ്യമില്ല. സൗദിയിൽ അങ്ങനെ വരാതെ വേറെ നിവൃത്തിയില്ല, വേറെ നിർവാഹമില്ല. അതുകൊണ്ട് അവർ ഈ രൂപത്തിലേക്ക് ആവുന്ന ആളെ പിടിക്കാൻ വേണ്ടി. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഞാൻ വിചാരിച്ചിരുന്നത് നമ്മുടെ നാട്ടിൽ എന്തുണ്ടാവൂല, സുറൂറികൾ അങ്ങനെ ഉണ്ടാവാൻ വളരെ സാധ്യതയില്ലെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് അത് റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ഫിത്നകൾ നിശ്ചയിക്കുന്നത് ഒരുപാട് ഹിക്മത്തുകളുണ്ട്. അതിൽപ്പെട്ടൊരു പ്രധാനപ്പെട്ട ഒരു ഹിക്മത്താണ് എന്ത്? ഹത്താ യമീസ അല്ലാഹുൽ ഖബീസ മിനത് ത്വയ്യിബ്. അല്ലാഹു നന്മയും
തിന്മയും വേർതിരിക്കും. രണ്ടു കൂടിക്കലർന്നിട്ട് റബ്ബ് എന്ത് ചെയ്യില്ല, അങ്ങനെ തന്നെ നിലനിർത്തൂല. ഏതുപോലെ പണ്ഡിതന്മാര് പറയാറുണ്ട്, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിക്കാറുണ്ട്, നമ്മൾ ഈ മണ്ണിൽ നിന്നാണ് എന്ത് ചെയ്യുക, ഖനനം ചെയ്തെടുക്കും സ്വർണം. ഉള്ളിൽ നിന്ന് കുഴിച്ചെടുക്കുമ്പോൾ അതിൽ ഒരുപാട് എന്തുണ്ടാവും, കലർപ്പുകൾ ഉണ്ടാവും, ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. ഒരുപാട് കലർപ്പുകൾ സ്വർണത്തിൽ കലർന്നിട്ടുണ്ടാവും. ഈ കലർപ്പുകൾ എങ്ങനെയാണ് ശുദ്ധീകരിക്കപ്പെടുക? ചൂടാക്കിയിട്ടാണ്. ആ ചൂടായി അത് ഉരുകിക്കഴിഞ്ഞ് അതിന്റെ ശരിയായിട്ടുള്ള ആ സ്വർണത്തിന്റെ ഭാഗം മാത്രം അവശേഷിക്കും. ബാക്കിയുള്ളത് എന്ത് ചെയ്യും, അവിടെ ഒഴിവായി പോയി അത് വൃത്തിയാവുകയും ചെയ്യും. ഇതേപോലെയാണ് ഫിത്തനകൾ. ഫിത്തനകൾ വരുന്നതിന് മുമ്പ് അവിടെയൊക്കെ കൂടി കലർന്നിട്ടായിരിക്കും ഉണ്ടാവുക. ശരിയായ സലഫികളും സലഫികളുടെ രൂപത്തിൽ നടിക്കുന്ന എന്നാൽ സലഫികളല്ലാത്ത ആളുകളും ഇവരൊക്കെ കൂടിക്കലർന്നിട്ടുണ്ടാവുക. പക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന പ്രകാരം അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അവിടെ എന്തെങ്കിലും ഒരു കാര്യം ഫിത്തനയായി മാറിക്കഴിഞ്ഞാൽ അവിടെ ഈ സ്വർണത്തിനെ ഉരുക്കുന്ന പോലെ അവിടെ ഒരു ചൂട് വരിക. ആ ചൂട് അങ്ങോട്ട് തട്ടുമ്പോൾ ശരിക്കുള്ള സ്വർണവും അല്ലാത്തവരും എന്ത് ചെയ്യും, വേറെ വേറെ ആവും. അതങ്ങനെ വേറെ വേറെ ആക്കും. അത് റബ്ബിന്റെ സുന്നത്താണ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അങ്ങനെ വേറെ വേറെ ആകാൻ നമ്മൾ ഒരുപാട് സബബുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. അറിവുള്ളവർ എന്ത് ചെയ്യണം, അത് വ്യക്തമാക്കേണ്ടതുണ്ട്. മറ്റുള്ളവർ അത് ചോദിച്ച് പഠിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സബബുകൾ നമ്മൾ പരമാവധി അത് സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ ഒരു അടിസ്ഥാന നസീഹത്തിന്റെ ഭാഗമായിട്ടാണ്. എന്ന് വെച്ചാൽ സലഫിയത്തല്ലാത്തൊരു കാര്യം നമ്മൾ ഒരാൾ എന്ത് ചെയ്യാൻ പാടില്ല, സലഫിയത്തായി തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്ന് ഊന്നിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ ഹദ്ദാദിയത്തല്ല സലഫിയത്ത് എന്നുള്ള വിഷയം സംസാരിച്ചതും ഇപ്പൊ ഈ സുറൂറിയത്തല്ല സലഫിയത്ത് എന്നുള്ള വിഷയം സംസാരിക്കുന്നതും. ഇതുപോലെ തന്നെ വേറൊരു അപകടം പിടിച്ച ആൾക്കാരാണ് മുമയ്യികൾ. നമ്മൾ ഹദ്ദാദിയത്തല്ല എന്ന് പറഞ്ഞപ്പോ അവര് ഹദ്ദാദിയത്തുണ്ട് എന്ന് പറഞ്ഞപ്പോ നമ്മളവര് പറയുന്നത് എന്താ, നമ്മൾ ഉമയ്യികളാണെന്നാണ്. എന്ന് വെച്ചാൽ അങ്ങനൊരു വിഭാഗമുണ്ട് അപകടം പിടിച്ച് ഞങ്ങൾ സലഫികളാണെന്ന് പറയുന്ന വേറൊരു വിഭാഗമുണ്ട്. അതും വളരെ അപകടമാണ്. അതും വളരെ അപകടം പിടിച്ച വേറൊരു വകഭേദമാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള സലഫിയത്തിന്റെ മുഖം മൂടി അണിഞ്ഞിട്ടുള്ള ആളുകളെ നമ്മൾ തുറന്നു കാട്ടുക തന്നെ വേണം. തുറന്നു കാട്ടിയിട്ടില്ലെങ്കിൽ അപകടമാണ്. അത് അവർക്ക് മാത്രമല്ല അപകടം, നമുക്കും അപകടമാണ്. കാരണം നമുക്കത് തുറന്നു കാട്ടൽ നമ്മുടെ ബാധ്യത. റബ്ബിന്റെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യും, ആ വിഷയം ചോദ്യം ചെയ്യപ്പെടും. ഈ വിഷയം ഇന്ന കാര്യങ്ങൾ അവര് സലഫിയത്താണെന്ന് അവതരിപ്പിക്കുന്ന നീ കണ്ടിട്ടും അറിഞ്ഞിട്ടും എന്തുകൊണ്ട് നിനക്ക് അറിയുന്ന നിന്റെ സംസാരം കേൾക്കുന്ന ആളുകൾക്ക് അത് സലഫിയത്തല്ല നീ ചൂണ്ടിക്കാണിച്ചു കൊടുത്തില്ല, പറഞ്ഞു കൊടുത്തില്ല എന്ന് നമ്മളോട് ചോദിക്കുമ്പോ അവിടെ നമുക്കൊന്നും വ്യക്തമായ ഉദരകൾ പറയാനില്ലെങ്കിൽ, ശർഈയായിട്ടുള്ള ന്യായങ്ങളൊന്നും പറയാനില്ലെങ്കിൽ വളരെ വലിയ അപകടമാണ്, വമ്പിച്ച ശിക്ഷയാണ്. അത് വൻപാപങ്ങളിൽപ്പെട്ട കാര്യമായിട്ട് ഹദീസുകൾ വ്യക്തമായി വന്നിട്ടുള്ള വിഷയമാണ്. ഒരു അറിവ് അറിഞ്ഞിട്ട് അത് മറച്ചു വെക്കുക എന്നുള്ളത്. അപ്പോ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കിത് വേർതിരിക്കുക എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് നമുക്കിത് ശരിയായ സലഫിയത്തും അതല്ല ഈ ഇഖ്വാനിയത്തുള്ളിൽ ഒളിപ്പിച്ച സലഫിയത്തും വേർതിരിച്ചറിയുക, ഇത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ അതിന് സഹായകരമാവുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, കുറച്ച് അടയാളങ്ങൾ നേരത്തെ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു രോഗം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, വൈദ്യം പഠിക്കുന്ന അതുപോലത്തെ മെഡിസിൻ പഠിക്കുന്ന ആളുകൾക്ക് നമുക്ക് എല്ലാ മേഖലയും വിശദമായിട്ട് മൊത്തത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ അങ്ങനെയുള്ള ഒരു സാധാരണക്കാരെ തൊട്ട് നമുക്കൊരു രോഗത്തെ താക്കീത് ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി അതിന്റെ അടയാളങ്ങൾ, അലാമത്തുകൾ പറഞ്ഞു കൊടുക്കലാണ്. അലാമത്തുകൾ, അതുപോലെ പ്രധാനപ്പെട്ട ചില അലാമത്തുകൾ മാത്രം എന്ത് ചെയ്യണം ഇവിടെ പറഞ്ഞു പോവാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, നമുക്ക് എല്ലാവർക്കും ഈ അടയാളങ്ങൾ
അത് സലഫിയത്തിൽ പെട്ടതല്ല എന്ന് മനസ്സിലാക്കാനും അതിത്തരം ഇഖ്വാനിയത്തുള്ളിൽ ഒളിപ്പിച്ച് നടക്കുന്ന ആളുകളുടെ അടയാളമെന്ന് വെച്ചാൽ നമ്മൾ ഈ അടയാളങ്ങൾ പറയുമ്പോൾ ഈ അടയാളങ്ങളുള്ളവരൊക്കെ സ്വറൂറികളാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. അങ്ങനെ ഒരു അർത്ഥമില്ല. ഈ അടയാളങ്ങളിൽ ഏതെങ്കിലും ഒരു അടയാളമുള്ള ആളുകളൊക്കെ സ്വറൂറികളാണ് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, വിലയിരുത്താൻ പാടില്ല. അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെയും ആകാം. അതുപോലെ തന്നെ ഈ അടയാളങ്ങൾ ഏതെങ്കിലും ഉള്ള ഒരാൾ, അയാൾ സലഫി ആയിരിക്കും, പക്ഷെ അയാൾക്ക് അറിയാതെ അബദ്ധത്തിൽ എന്തെങ്കിലും അയാളിൽ സ്വറൂറിയത്ത് വന്നതും ആകാം. ഇത് രണ്ടിനും സാധ്യതയുണ്ട്. എന്താണെങ്കിലും വിഷയം ഗൗരവമുള്ള വിഷയമാണ്. ഒന്നാമത്തെ കാര്യം എന്നുള്ളത്, ഇത് പലതും നേരത്തെ പറഞ്ഞു പോയിട്ടുള്ള വിഷയങ്ങളൊക്കെ ആണെങ്കിൽ കൂടെ ഗൗരവം കാരണം വീണ്ടും സൂചിപ്പിക്കുകയാണ്. അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ടല്ലാത്ത മറ്റൊരു കാര്യം കൊണ്ട് വിധിക്കുക. അൽ ഹുക്മു ബിഗൈരി മാ അൻസലല്ലാഹ്. ഈ വിഷയത്തിലുള്ള അതിര് കവിച്ചില് ഇവരിൽ കാണാൻ സാധിക്കും. അത് ശ്രദ്ധിക്കണം. അൽ ഹുക്മു ബിഗൈരി മാ അൻസലല്ലാഹ്, അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ടല്ലാതെ വിധിക്കുക എന്നുള്ള വിഷയത്തിൽ അവരിൽ നിന്ന് ഒലുവ്, പരിധി വിടുന്ന പ്രവണത കാണാൻ സാധിക്കും. എന്നുവെച്ചാൽ ഹുക്മു ബിഗൈരി മാ അൻസല എന്ന് വെച്ചാൽ അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ടല്ലാതെ വിധിക്കുന്ന എല്ലാ തരം വിധികളും കുഫറാക്കും. എല്ലാത്തിനെയും ദീനെന്ന് പുറത്തേക്ക് എത്തിക്കുന്ന രൂപത്തിലാക്കും. അത് തഫ്സീല്, സലഫുകൾ പഠിപ്പിക്കുന്ന തഫ്സീലോ ദലീലുകൾ അറിയിക്കുന്ന തരത്തിൽ ഉള്ള വേർതിരിവോ ഒന്നും അവരുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. അള്ളാഹുവിന്റെ വിധി കൊണ്ടല്ലാതെ ഒരാൾ വിധിച്ചാൽ അവനെ ദീനെന്ന് പുറത്തു പോയി തന്നെയാണ് എന്ത് ചെയ്യുക, അവർ കണക്കാക്കുക. ആ ഒരു ആശയം പ്രചരിപ്പിക്കാൻ അതിലേക്ക് സൂചനകൾ നൽകുന്ന സംസാരങ്ങൾ, എഴുത്തുകളൊക്കെ അവരുടെ ഭാഗത്ത് എന്ന് വെച്ചാൽ സുറൂറുകൾ തന്നെ അവരുടെ തുടക്കത്തിൽ അവരിങ്ങനെ വ്യക്തമായി ഒന്നും പറയൂല. അവർക്ക് കൂവത്തില്ലാത്ത എന്താ പറയാ ഒരുപാട് ഫോളോവേഴ്സോ അല്ലെങ്കിൽ കാര്യങ്ങൾ കേൾക്കാനും അത് ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ അങ്ങനെയുള്ള ആളുകൾ ഇല്ലാത്തടത്ത് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ, അവരുടെ ദുആഫിന്റെ സന്ദർഭങ്ങളിലാണെങ്കിൽ ഇങ്ങനെ സൂചനകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, വ്യക്തമായി പറയുകയില്ല. അതേസമയം അവർക്ക് ഒരുപാട് അങ്ങനെ ഫോളോവേഴ്സും ആളുകൾ അവരെ വലിയ ഷെയ്ഖും അല്ലാമയൊക്കെ ആയിട്ട് അങ്ങനെ ആ രൂപത്തിൽ നോക്കി കാണുന്ന സന്ദർഭം വന്നു കഴിഞ്ഞാൽ അവരത് പരസ്യമായി ശരിക്കും വ്യക്തമായി തന്നെ പറയും. വ്യക്തമായി തന്നെ അവരത് പറയും. ആര് പറഞ്ഞതുപോലെ എന്താണ് അദ്ദേഹത്തിന്റെ പേര്? സുലൈമാൻ അൽ ഉൽവാൻ. സുലൈമാൻ അൽ ഉൽവാൻ ഇത് വ്യക്തമായി പറഞ്ഞ ഒരാളാണ് അല്ലേ? എന്താണ് നമ്മള് യൂട്യൂബിലൊക്കെ നോക്കിക്കണേ, നമ്മള് സാധാരണ ഇബ്നു ബാസിനെയൊക്കെ പറ്റിയിട്ട് പറയുമ്പോൾ സമാഹത്തു ഷെയ്ഖ് അൽ അല്ലാമ ഇബ്നു ബാസ്, അതേപോലെ ആരെ കാണാം? ഇഖ്വാനികൾ, ഇവരുടെ ഖവാരിജുകളുടെ സൈറ്റില്, അവരുടെ യൂട്യൂബ് ചാനലുകൾ എന്ത് കാണാം? സമാഹത്തു ഷെയ്ഖ് അൽ അല്ലാമ ആരെ? സുലൈമാൻ അൽ ഉൽവാൻ എന്ന് കാണാം. എന്നിട്ട് ഇങ്ങനെയുള്ള ആളുകള് ജയിലിലാണല്ലോ. അപ്പോ കണ്ടോ, സത്യം പറയുന്ന ആളുകളെ ഭരണാധികാരികൾ ജയിലിൽ അടയ്ക്കുകയും സുൽത്താന്റെ വാലാട്ടികളായിട്ടുള്ള ആളുകൾ മാത്രം എന്ത് ചെയ്യുക, ജയിലിൽ അടയ്ക്കാതെ വെക്കുകയും ചെയ്യാന്ന് ഇങ്ങനെയൊക്കെ പറയും. ഇവരൊക്കെ ജയിലടച്ച എന്തിനാണ്? എല്ലാരും കാഫറാക്കാണ്. പക്ഷെ അള്ളാഹു ഇറക്കിയത് കൊണ്ടല്ലാതെ വിധിക്കുന്ന ആളുകളെ വിധിക്കുന്നതിന് ആ വിധി ദീൻ പഠിപ്പിച്ചെന്ന ആ തഫ്സീൽ നമ്മൾ നേരത്തെ വിശദീകരിച്ചാണ്. വലിയ കുഫർ, ദീനിന്ന് പുറത്തു പോകുന്ന കുഫറുണ്ട്, അല്ലാത്ത കുഫറുണ്ട്. നമ്മള് എപ്പോഴാണ് ഏത് ദർസിൽ വിശദീകരിച്ചത്? ഇഖ്വാനികൾ, ആധുനിക ഖവാരിജുകൾ എന്നുള്ള വിഷയം. ആ ദർസിൽ നമ്മൾ വിശദമായി അതിന്റെ തഫ്സീലുകൾ 5 കിസ്മുകൾ അന്ത പണ്ഡിതന്മാര് കിസ്മാക്കി വേർതിരിച്ചിട്ടുണ്ട്, തരങ്ങളായി തിരിച്ചിട്ടുണ്ട്. ആ തരങ്ങളൊക്കെ അവർക്ക് മണ്ടിയിൽ തോന്നിയ അവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് പറയുന്ന എന്തെങ്കിലും സ്വന്തം ഐഡിയകളല്ല. ദീനിൽ വ്യക്തമായി വേർതിരിച്ചിട്ട് തന്നെ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ വേർതിരിച്ച് തന്നെ മനസ്സിലാക്കണം. ഇവർക്കങ്ങനെ വേർതിരിവൊന്നുമില്ല. മൊത്തത്തിൽ കാഫറാക്കും. അപ്പോ
ഇപ്പോ എന്താ പറയാ, ഒരു നാട്ടിൽ മുസ്ലിം ഭരണകൂടത്തിൽ എന്തെങ്കിലും ഒരു ഹറാമ് നടന്നു കഴിഞ്ഞാൽ, ഇവരുടെ റൂട്ട് എങ്ങനെയാണെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും ഒരു ഹറാമ് നടന്നു കഴിഞ്ഞാൽ ഈ ഹറാമിന് അനുമതി കൊടുക്കുന്ന ആരാ? ഭരണാധികാരി, മുസ്ലിം ഭരണാധികാരിയാണ്. അപ്പൊ അവിടെ ഈ ഹറാമ് നടക്കണമെങ്കിൽ ഇവിടെ ഈ മുസ്ലിം ഭരണാധികാരി എന്ത് ചെയ്തിട്ടുണ്ടാവും? അള്ളാഹുവിന്റെ വിധി കൊണ്ടല്ലാത്തൊരു വിധി അവിടെ വിധിച്ചത് കൊണ്ടാണല്ലോ അവിടെ ഹറാമ് സംഭവിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ വിധി കൊണ്ടല്ലാതെ ഈ മുസ്ലിം ഭരണാധികാരി വിധിച്ചു. അപ്പൊ ഇയാൾ എന്തായി? കാഫറായി. എന്നിട്ടോ അവിടെ നിർത്തൂല. അവിടെ നിർത്തിയ പിന്നെയും പ്രശ്നമല്ല. പിന്നെ എങ്ങനെ പോവും? അടുത്ത ലൈൻ എന്താണെന്നറിയോ? ഈ നാട്ടിലെ ആളുകൾ ഈ ഭരണാധികാരിയെ കാഫറാക്കുന്നില്ല, അതുകൊണ്ട് കാഫറിനെ കാഫറാക്കാത്തവൻ കാഫർ. അങ്ങനെയാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഓരോ മുസ്ലിം രാജ്യങ്ങളിലെ ഭരണാധികാരികളും അവിടുത്തെ പള്ളികളും മസ്ജിദുകളും പാവപ്പെട്ട സാധാരണ ജനങ്ങളെ ഒക്കെ കൊന്നു തള്ളുന്നത് അവരത് ഇബാദത്തായി കണക്കാക്കിയിട്ടാണ്. കാരണം അവരെ കണക്കാക്കുന്നത് ഞങ്ങൾ കാഫറുകളെ കൊല്ലാണെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ ശരിക്കും നമ്മൾ എന്താ പറയാ, അഹ്ലു സുന്നത്തിന്റെ ഉലമാക്കൾ പഠിപ്പിച്ചെന്ന ആ തഫ്സീൽ നമ്മളത് എന്ത് ചെയ്യണം? വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദർസിൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഇഷ്ടവും സ്നേഹവും എന്നുള്ള ദർസിൽ പറഞ്ഞ വിഷയം കുഫാറുകളോടുള്ള മുവാലാത്ത്, അതിലും ഈ ഉലു തന്നെ. അത് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവുകളോ പണ്ഡിതന്മാരെ പഠിപ്പിച്ചെന്ന എന്താ പറയാ ഈ തക്സീമുകളോ ഇനംതിരിക്കലുകളോ ഇതൊന്നും അവരിൽ കാണൂല. നേരത്തെ പറഞ്ഞ ഹുക്മു ബിഗൈരി മാ അൻസലല്ലാഹിലാണെങ്കിലും അവരെന്താ ഓതാ? ഇനി ഹുക്മു ഇല്ലാലില്ല എന്ന് ഓതും. എന്നിട്ട് ബാക്കി എല്ലാവരെയും കാഫറാക്കും. ഇവിടെയാണെങ്കിൽ വമയത്ത വല്ലഹും മിൻകും ഫൈന്നഹു മിൻഹും. കാഫറുകൾ ആരാണോ എന്താണ് മുവാലാത്ത് തവല്ലി വെക്കുന്നത്, അവൻ എന്ത് ചെയ്യും? അവൻ അവരിൽപ്പെട്ടവനാണെന്ന് അള്ളാഹ് പഠിപ്പിച്ചെന്ന്. അപ്പൊ അവൻ കാഫറാണ് എന്ന് വിധിക്കും. നമ്മൾ നേരത്തെ വിശദീകരിച്ചു ആ ദർസിൽ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഇഷ്ടവും സ്നേഹം എന്നുള്ള ദർസിൽ വിശദീകരിച്ചിരുന്നു. എന്താണ് തവല്ലി വേറെ, മുവാലാത്ത് വേറെ. ഇനിയിപ്പോ ആ രണ്ട് പേരുകൾ വേണമെന്നില്ല, മുവാലാത്ത് തന്നെ വെക്കാം. മുവാലാത്ത് തന്നെ ആ രൂപത്തിൽ തന്നെ ചില പണ്ഡിതന്മാര് തവല്ലി എന്നുള്ള പേര് ഉപയോഗിച്ചിട്ടില്ല. ശരി, മുവാലാത്ത് എന്നുള്ള പേര് തന്നെ വെക്കുകയാണെങ്കിൽ പോലും കുഫറാകുന്ന മുവാലാത്തും ഉണ്ട്, കുഫറാകാത്ത മുവാലാത്തുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൽ ഹുക്മു ബിഗൈരി മാ അൻസലല്ലാഹി പോലെ തന്നെ കുഫറാകുന്നതുണ്ട്, ആകാത്തുണ്ട്. നമ്മൾ നേരത്തെ അത് വിശദീകരിച്ചാണ് എപ്പോഴൊക്കെയാണ് എപ്പോഴൊക്കെയാണ് കുഫറാകാത്ത് നമ്മൾ വിശദീകരിച്ചിരുന്നു. ഈ വിഷയത്തിൽ ഈ മസലയിൽ ഗുലൂവ് അതിരുവിടൽ അവരിൽ നിന്ന് കാണാൻ സാധിക്കും. മൂന്നാമത്തെ വിഷയം, മുസ്ലിം ഭരണാധികാരികൾക്കെതിരിൽ പുറപ്പെടുന്നതിന്റെ ആ ഒരു വിഷയം, ഖുറൂജ് എന്നുള്ള വിഷയം, ആ വിഷയത്തിൽ എങ്ങനെയെങ്കിലും വെള്ളം ചേർത്താൻ അവർ ശ്രമിക്കും. ഒന്ന് നോക്കിക്കോ. അത് പരസ്യമായിട്ട് ഇഖ്വാനികൾ പറയുന്ന പോലെ വ്യക്തമായ ഹലാലാക്കാൻ ചിലപ്പോൾ അവരെന്ത് ചെയ്യില്ല, തയ്യാറാവൂല. സുറൂറികൾ അവർ ചിലപ്പോൾ എന്താ ചെയ്യാന്നറിയോ? ഇങ്ങനെ പറയും, ശ്രദ്ധിക്കണേ, അവരുടെ വാക്ക് ശ്രദ്ധിക്കണേ. നീതിമാനായ ഭരണാധികാരിയാണെങ്കിൽ ഒരിക്കലും ഖുറൂജ് പാടില്ല. അവരുടെ വാക്കാണ്, ശ്രദ്ധിക്കണേ. അവരുടെ പല രീതികളുണ്ട്, പല രൂപങ്ങളുണ്ട്. അതിൽപ്പെട്ടൊരു ഇബാറത്താണെന്ത്? നീതിമാനായ ഭരണാധികാരിയാണെങ്കിൽ ഖുറൂജ് നടത്താൻ പറ്റില്ല. പക്ഷേ നീതിമാനല്ലെങ്കിൽ എന്താ? ചിലപ്പോൾ അവർ പറ്റുന്നു മുത്തലക്കായിട്ട് പറയും, അനുവദനീയമാണെന്ന് പറയും. ചിലപ്പോൾ എന്ത് പറയും? അതിൽ സലഫുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറയും. എവിടെ അഭിപ്രായ വ്യത്യാസമുള്ളത്? ഇജ്മാ ഉള്ള വിഷയമാണ്. എത്ര ഗ്രന്ഥങ്ങളുണ്ട് സലഫുകളുടെ അഖീദ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ. ഒന്നോ രണ്ടോ ഗ്രന്ഥങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞു പോകുന്ന വിഷയമല്ല. അത് അങ്ങനെ തന്നെ വ്യക്തമായി തന്നെ എടുത്തു പറയുന്നുണ്ട്. ബർറൻ കാനൌ ഫാജിറൻ എന്ന് എടുത്തു പറഞ്ഞിട്ടുള്ള എത്ര ഗ്രന്ഥങ്ങളുടെ അഖീദയുടെ. പുണ്യവാനാണെങ്കിലും തെമ്മാടിയാണെങ്കിലും എന്ന് തന്നെ ഇമാമിങ്ങളെ പറ്റി പറയുമ്പോൾ, ഭരണാധികാരിയെ പറ്റി പറയുമ്പോൾ എത്ര സ്ഥലങ്ങൾ എടുത്തു പറഞ്ഞിട്ട്, എത്ര ഗ്രന്ഥങ്ങളിൽ. ഇമാം മുസനിയുടെ എന്താണ് ഷർഹു സുന്നിയിലുണ്ട്, ഷർഹു സുന്ന, ഉസൂലു സുന്ന. അതുപോലെ തന്നെ സ്വാബൂനിയുടെ അഖീദത്ത് സലഫ് അസ്ഹാബുൽ ഹദീസ്. ഇങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ
ത്വഹാവിനുണ്ടെന്ന് തോന്നുന്നു ആ വിഷയം. എത്ര സലഫുകളുടെ ഗ്രന്ഥങ്ങളിൽ ആ വിഷയം അങ്ങനെ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും പോരാണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മോശം ഭരണാധികാരികളെ പറ്റി പറയുമ്പോ ഇസ്ബിറു ഹത്താ തൽഖൗനി അലൽ ഹൗദ്, എന്നെ ഹൗദിൽ കണ്ടുമുട്ടുന്നത് നിങ്ങൾ ക്ഷമിക്കുക എന്ന് പറയുന്നുണ്ട്. നല്ല ഭരണാധികാരികൾ എന്തിനു ക്ഷമിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? നല്ല ഭരണാധികാരി എല്ലാ കാര്യങ്ങളും കൃത്യമായി നടപ്പിൽ വരുത്തുന്ന, നമുക്ക് തരേണ്ട ഹക്കുകളൊക്കെ തരുന്ന, ഒരു ഹറാമുകളും അവിടെ നടപ്പിൽ ചെയ്യുക ചെയ്യാത്ത ഒരു ഭരണാധികാരികൾ പിന്നെ അവിടെ ക്ഷമയുടെ ആവശ്യം തന്നെ അവിടെ എന്താ വരുന്നത്? എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഇങ്ങനെ എത്ര തെളിവുകളും സലഫുകൾ ഈ വിഷയത്തിൽ ഇജ്മാഉള്ള വിഷയമാണ്. ഇവരതെന്ത് ചെയ്യും? ഒന്നിനും പറ്റിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ഏറ്റവും മിനിമം ഇത് ഖിലാഫുള്ള മസലയാണെന്നെങ്കിലും വരുത്തി തീർക്കാൻ ശ്രമിക്കും. ശ്രദ്ധിക്കണേ, ഏറ്റവും മിനിമമാണ് പറയുന്നത്. ശരിക്കുള്ള ഇഖ്വാനികൾ അത് പരസ്യമായി തന്നെ എന്ത് ചെയ്യും? ഹലാലാക്കും. പക്ഷെ സുറൂറികൾ ഏറ്റവും മിനിമം അവരെന്ത് ചെയ്യും? ഖിലാഫുള്ള മസലയാണെന്നെങ്കിലും വരുത്തി തീർക്കാൻ ശ്രമിക്കും. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട അടയാളം. പിന്നെ വേറൊരു വിഷയമാണ്, മറ്റൊരു പ്രധാനപ്പെട്ട അടയാളമാണ്. ദീനുൽ ഇസ്ലാമില് മുസ്ലിമീങ്ങൾക്ക് എല്ലാ നാടുകളിലും ഒരേ ഒരു ഭരണാധികാരിയാണ് വേണ്ടത്. അസ്ലതാണ്. ആ ഒരു എന്നുവെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലും സഹാബത്തിന്റെ കാലഘട്ടത്തിലൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ. ആ ഒരു എന്താ പറയാ സാഹചര്യം അതിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഇവര് എത്താൻ ശ്രമിക്കുന്ന ഒരു നെറ്റീജ എന്താന്ന് വെച്ചാൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തല്ല അങ്ങനെ ഒരു മുസ്ലിമീങ്ങൾക്ക് മൊത്തത്തിലൊരു ഭരണാധികാരി ഖലീഫ ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടതില്ല സമഉ വ ത്വാഅത്ത് അവിടെ നമുക്ക് ബാധകമാവുകയില്ല എന്ന് പറയുന്ന അത് മറ്റൊരു അടയാളാണ്. സുറൂറികളുടെ മറ്റൊരു അടയാളാണ്. എന്നുവെച്ചാൽ മൊത്തത്തിലൊരു ഖിലാഫത്ത് ഉണ്ടെങ്കിൽ എന്ത് ആവശ്യം അവിടെ സമൂഹ വ ത്വാഅത്തുള്ള അസ്ല് അവിടെ ബാധകമാവുകയുള്ളൂ. ഇപ്പൊ ഇന്നത്തെ കാലത്തെ പോലെ കുറെ രാജ്യങ്ങൾ, ഓരോ അതിർവരമ്പുകൾ ഇങ്ങനെയൊന്നും ആയിക്കഴിഞ്ഞാൽ അവിടെ എന്ത് വരില്ല? ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചെന്ന സമഉ വ ത്വാഅത്തുള്ള അസ്ല് അവിടെ ബാധകമാവുകയില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കും. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട അടയാളം സുറൂറികളുടെ മറ്റൊരു പ്രധാനപ്പെട്ട അടയാളമാണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ദർസിൽ അതിന്റെ വിഷയങ്ങൾ സംസാരിച്ച ആ വിഷയത്തിൽ ഇജ്മാ ഉണ്ട്. ആ വിഷയത്തിൽ ഇജ്മാ ഉള്ള വിഷയം. ഇങ്ങനെ ഈ രൂപത്തിൽ അവരെന്ത് ചെയ്യും? തെറ്റിദ്ധരിപ്പിക്കാൻ ആളുകൾക്കിടയിൽ ഈ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വെച്ചാൽ, ഒരു മുസ്ലിമിന്റെ തന്റെ കഴുത്തിന് മുകളിൽ, തന്റെ പിരടിക്ക് മുകളിലായിട്ട് ഒരു മുസ്ലിം ഭരണാധികാരിയോടുള്ള ബൈഅത്തില്ല എന്ന് മുസ്ലിം ഭരണകൂടത്തിലുള്ള ഒരാളെ തെറ്റിദ്ധരിപ്പിക്കാൻ അവരാലാകുന്ന രൂപത്തിലൊക്കെ അവർ ശ്രമിക്കും. അത് ചുരുക്കം. അതിന് കുറെ രൂപങ്ങൾ, കുറെ വഴികൾ അവരെന്ത് ചെയ്യും? അതിൽ സഞ്ചരിക്കും. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട രൂപമാണിത്. ഇങ്ങനെ കുറെ രാജ്യങ്ങളൊക്കെ ആയില്ലേ? പണ്ടത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ പോലെ ഒറ്റ ഭരണകൂടം അല്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടതില്ല? ആരെയും അനുസരിക്കാൻ ബാധ്യസ്ഥരല്ല എന്ന് മുസ്ലിം ഭരണകൂടത്തിലുള്ള ഭരണീയർ എന്ത് ചെയ്യും? പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കും. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട അടയാളം. ഈ കുഫാറുകളെ ആയിട്ട് സഹകരിക്കുന്ന അവരുമായിട്ട് എന്താ പറയാ മുസ്ലിമീങ്ങൾക്കെതിരെ കുഫാറുകളെ സഹായിക്കുന്ന വിഷയം നേരത്തെ രണ്ടാമത്തെ അടയാളമായിട്ട് പറഞ്ഞില്ല. ഈ ഒരു അടയാളം ഇത്
ശരിക്കും അവരിതിങ്ങനെ പറയാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ ഇതിന്റെ ആരംഭം പറയാൻ വിട്ടുപോയതാണ്. ഈ സദ്ദാം ഹുസൈനെതിരെ സൗദി അറേബ്യ ആരുടെ സഹായം തേടി? അമേരിക്കയുടെ സഹായം തേടിയപ്പോ ആ സമയത്ത് ശരിക്ക് ഒരുപാട് എന്താ പറയാ വലിയ പണ്ഡിതന്മാരായിട്ടൊക്കെ ചമഞ്ഞിരുന്ന ഈ സലഫി മുഖംമൂടി അണിഞ്ഞിരുന്ന ഒരുപാട് പേരുടെ മുഖംമൂടി അന്ന് താഴെ വീണു. അതിൽപ്പെട്ട ഒരാളാണ് ആര്? അബ്ദുൽ അസീസ് തുറൈഫിയോ. അതൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇന്നും കിട്ടും. ഇതൊന്നും ഈ സുലൈമാൻ ഉൽവാന്റെ വിഷയമോ ഈ ഹാക്കിമിനെ കാഫറാക്കുന്ന വിഷയമോ അതുപോലത്തെ തൊറൈഫ് ഈ അതിൽ ഉലുവ് കാണിക്കുന്ന ഇതൊക്കെ യൂട്യൂബിൽ ഇന്നും കിട്ടുന്ന വിഷയങ്ങളാണ്. നേരത്തെ പറയാൻ വിട്ടുപോയതുകൊണ്ട് പറയുന്ന, കാരണം ഇത്തരം ആളുകളെ പേരെടുത്ത് തന്നെ പറയേണ്ട ഒരു അവസ്ഥയാണ്. ഇത്തരം ആളുകളെയൊക്കെ ഉൽവാനെ ആണെങ്കിലും തുറൈഫിനെ ആണെങ്കിലൊക്കെ പേരെടുത്ത് തന്നെ താക്കീത് ചെയ്യണം. കാരണം എന്താ പറയാ, അതുപോലെ തന്നെ ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ. അവരൊക്കെ ഈ ഒരു മുഖംമൂടി അണിയുന്ന കാരണം സാധാരണക്കാര് അറബി പഠിച്ചു തുടങ്ങുന്ന ആളുകളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു അറബി ഒരാൾ കേട്ട് മനസ്സിലാക്കാനും വായിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം കേൾക്കുക ആരുടെയൊക്കെ ദർസുകളാണെന്നറിയോ? ഇത്തരക്കാരുടെ ദർസുകളാണ്. കാരണം ഇവര് സലഫിയത്ത് മുന്നിൽ പ്രകടിപ്പിക്കുമ്പോ ഇവർക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ വ്യക്തമായി അറിയാത്തത് കൊണ്ട് എന്ത് ചെയ്യും? അവരവരുടെ ദർസുകൾ കേൾക്കുകയും അങ്ങനെ അവരുടെ ആശയങ്ങൾ അവരെ ബാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അടയാളമാണ് നമ്മൾ ഒന്നായി നിൽക്കണം. നമുക്ക് മുന്നിൽ വലിയൊരു ഏറ്റവും വലിയ മുഖ്യ ശത്രു അവിടെ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോ നമ്മളിവിടെ അവിടെ എന്താണ് അവന് ഖുറാഫി, ഇവന് വഹാബി, ഇവന് ഇഖ്വാനി എന്നൊക്കെ വിളിച്ച് നമ്മളിങ്ങനെ മുസ്ലിമീങ്ങളൊക്കെ തന്നെ തമ്മിൽ തല്ലി ഇങ്ങനെ നമ്മൾ ആയ പോരാ. നമുക്ക് മുന്നിൽ ഒരു മുഖ്യ ശത്രു ഉണ്ട് എന്ന് പറയുന്നത് ശരിക്ക് തനിച്ച ഇഖ്വാനിയത്താണ്. അത് അവരുടെ കായികയാണ്, അവരുടെ ഈ ഒരു ഇഖ്വാൻ മുസ്ലിം എന്നുള്ള ഈ ഇതുണ്ടല്ലോ, ഇത് ഉണ്ടാക്കിയിട്ടുള്ളതിന്റെ അടിസ്ഥാനം എന്താണെന്നറിയോ നിങ്ങൾക്ക്? അത് ഈ അടിസ്ഥാനം വേറൊരു രൂപത്തിലാണ്. നിങ്ങൾക്ക് അതിന്റെ ശരിക്കുള്ള അസ്ല് പറഞ്ഞാൽ മനസ്സിലാവും. എന്താണ്? നജ്തമിഉ ഫീ മത്തഫഖനാ അലൈഹി വയഅ്ദുറു ബഅദുനാ ബഅദൻ ഫീ മഖ്തലഫ്നാ അലൈഹി. നമ്മൾ തമ്മിൽ യോജിപ്പുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്നിച്ചു നിൽക്കും. നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസ വിഷയം നമ്മൾ എന്ത് ചെയ്യും? പരസ്പരം അതൊന്നും പരിഗണിക്കേണ്ടതില്ല. ഇതിന്റെ മറ്റൊരു രൂപമാണ് എന്ത്? ഒരു മോഡേൺ വകഭേദാണെന്ത് നമ്മുടെ നാട്ടിൽ പറയുന്ന ഈ ഒരു സംസാരം. ഇന്നോ നാളെയോ പറഞ്ഞിട്ട് നമ്മളെ തീർക്കാൻ നിൽക്കുന്ന ഒരു മുഖ്യ ശത്രു എല്ലാത്തിനും സജ്ജരായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോ നമ്മൾ ഇങ്ങനെ തമ്മിൽ തല്ലി അവന്റെ ശിർക്കും പറഞ്ഞ് ഇവന്റെ ബിദഅത്തും പറഞ്ഞ് നിങ്ങളിങ്ങനെ മുസ്ലിങ്ങളെ ഭിന്നിപ്പിച്ച് നടന്നോ എന്നൊക്കെ ഇങ്ങനെ പറയും. ഒക്കെ തനിച്ച സുറൂറിയത്താണ്. എങ്ങനെ പറയുന്ന കാരണമായിട്ട് ചോദിക്കുന്നത് നമ്മളത് പറഞ്ഞാല് അല്ലെങ്കിൽ പിന്നെ നമ്മളെങ്ങനെയാണ് ഭിന്നിക്കണമെന്ന് ചോദിക്കുന്നത്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അത് നിങ്ങൾ ചോദിച്ച നല്ല ചോദ്യമാണ്. ബാറക്ക വാഫിക്കും. അത് ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വേഗത്തിൽ പറഞ്ഞു പോകുന്നതുകൊണ്ടാണ് അത് ചോദിച്ചത്. ജസാക്കല്ലാഹ് ഖൈർ. നല്ലൊരു ചോദ്യമാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയ ജാഹിലിയത്തിലുണ്ടായിരുന്ന ആളുകള് അവര് പറയുകയാണെങ്കിൽ എല്ലാവരും മുശ്രിക്കീങ്ങളാണ്. ചിലപ്പോ പല സന്ദർഭങ്ങളിലും ഒരേ വിഗ്രഹത്തെ ആരാധിക്കുന്ന അതിന് ഇബാദത്തുകൾ ചെയ്യുന്ന ആളുകൾ പോലും എന്ത് ചെയ്യാറുണ്ട്?
പരസ്പരം ഈ കബീലകളുടെ വ്യത്യാസം എന്ന് വെച്ചാൽ ഈ ഗോത്രങ്ങളുടെ വ്യത്യാസം, അതുപോലെ തന്നെ മറ്റു പല കാരണങ്ങൾ കൊണ്ടും അവർക്കിടയിൽ ഒരു ഒരുമയും ഒരു കാലത്തുണ്ടായിരുന്നില്ല. ചെറിയ വിഷയങ്ങൾ, ഒട്ടകത്തിന്റെ കയറിനു വേണ്ടി പോലും മാസങ്ങളോളം യുദ്ധം നടത്താറുണ്ടായിരുന്നു അവർ. എന്നുവെച്ചാൽ തൊട്ടപ്പുറത്തുള്ള ആളുകൾ ഒരേ ആദർശം, അവരുടെ ഭാഷയിൽ പറഞ്ഞ ഒരേ ആദർശമുള്ള ആളുകൾ, ഒരേ നാട്ടുകാർ. ജസ്റ്റ് ഒന്ന് കബീല മാറിയപ്പോൾ തന്നെ എന്തായി, അത് അവർക്കിടയിൽ ശത്രുതയ്ക്ക് കാരണമായി. ഇങ്ങനെ ഉണ്ടായിരുന്ന ആളുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇതാണ് ദീന് വരുന്നതിന് മുമ്പുള്ള രൂപം, ജാഹിലിയത്തിന്റെ രൂപം. ഇത് ഒരു ഭാഗത്ത് വെക്കുക, ഈ ഒരു രൂപം. ഇപ്പുറത്ത് ഇസ്ലാം വന്നതിന് ശേഷം പേർഷ്യക്കാരനായ സൽമാൻ, അതുപോലെ തന്നെ റോമാക്കാരനായ സുഹൈബ്, അബിസീനക്കാരനായ ബിലാല്, ഇവര് ഒരുമിച്ച് ഒന്നിച്ച് സ്വന്തം സഹോദരന്മാര് തമ്മിൽ സ്നേഹിച്ചിട്ടില്ലാത്തതിനേക്കാൾ സ്നേഹത്തിൽ ഇവര് തമ്മിൽ സ്നേഹിക്കുന്ന ഒരവസ്ഥ, രണ്ടാമത്തെ രംഗം. ഈ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെ ഈ ഒരു അവസ്ഥയ്ക്കായി മാറിയത്? ശരിയായ അഖീദ കൊണ്ട് മാത്രം. അവരിങ്ങനെ ആയിത്തീർന്നത് അവരുടെ എല്ലാവരുടെയും അഖീദ ഒന്നായി എന്ന് മാത്രമല്ല, ശരിയായ അഖീദയിൽ അവരെല്ലാവരും ഒന്നായി. ആ ഒരു ശരിയായ അഖീദ കൊണ്ടല്ലാതെ ഒരു കാലത്തും ശരിയായ ഒരുമുണ്ടാവുകയില്ല. ആരും പ്രതീക്ഷിക്കണ്ട. അത് വ്യാമോഹമാണ്. പ്രത്യേകിച്ച് സുറൂരത്ത് സംസാരിക്കുന്ന വിഷയമാണല്ലോ. സുറൂരത്ത് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കാൻ വേണ്ടി തന്നെ പറയാം. രാഷ്ട്രീയ പാർട്ടികളോ ആളെ കൂട്ടാനുള്ള ജാടകളോ എന്തെങ്കിലും ഒരുപാട് കാണിച്ചു കൂട്ടുന്നുണ്ട്, അതുപോലെ തന്നെ മീഡിയകളോ ഇതുകൊണ്ടൊന്നും, അതുപോലെ തന്നെ അവർ വാദിക്കുന്ന രൂപത്തിൽ മുസ്ലിങ്ങളിൽ നിന്ന് ഒരുപാട് വലിയ സ്ഥാനങ്ങൾ, IAS, IPS, ഇങ്ങനെയുള്ള ഒരു കാര്യം കൊണ്ടും ഒന്നും ഉണ്ടാകാൻ പോണില്ല. നമുക്ക് എന്തെങ്കിലും മെച്ചങ്ങൾ മറ്റുള്ള ജാനിബിയായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നല്ലാതെ ഈ പറഞ്ഞ സ്വഹാബത്ത് ഒന്നായത് പോലെ ഒന്നാവാൻ സ്വഹാബത്ത് എങ്ങനെ ഒന്നായോ അങ്ങനെ ഒന്നാവാൻ പറ്റുള്ളൂ. സ്വഹാബത്ത് ഒന്നായത് ശരിയായ അഖീദ കൊണ്ടാണ്. അതുകൊണ്ടല്ലാതെ ഒരു കാലത്തും ഒരു സമൂഹം ഒന്നാവൂല. ഇനിയിപ്പൊ പേരിന് ഇവര് പറയുന്ന പോലെ ഒന്നായി തന്നെ വെച്ചോ, അത് ശരിയായൊരു ഒന്നാവലാവുകയില്ല, അതിനധികം നിലനിൽപ്പുണ്ടാവുകയില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്ത്, ഒരു തുമ്പും വാലൊന്നും ഇല്ലാതെ ശുറൂത്തുകളൊന്നും പറയാതെ ജിഹാദിന് ആളുകൾ എന്ത് ചെയ്യുക, അങ്ങോട്ട് പിരികയറ്റാന്ന് പറയാറുണ്ട്. നിങ്ങളെന്താ പറയാ, എരികയറ്റാണോ? അത് സുറൂറുകളുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ജിഹാദ് നമ്മൾ പറഞ്ഞു, ഇസ്ലാമിലെ ജിഹാദ് എന്നുള്ള ദർശനം നമ്മളെടുത്തു. വളരെ പ്രോത്സാഹിപ്പിക്കപ്പെട്ട അങ്ങേയറ്റ പുണ്യകരമായ പ്രവർത്തനമാണ്. പക്ഷെ അതിന്റെ ശുറൂത്തുകളൊന്നും പറയേണ്ടതൊന്നും പറയൂല. ഇങ്ങനെ പിരികേറ്റും. ജിഹാദ് അല്ലാത്ത പല കാര്യങ്ങളെയും ജിഹാദായി അവതരിപ്പിക്കും. ആ ജിഹാദ് അല്ലാത്ത ആ തോന്നിയാസത്തിൽ പോയി പങ്കെടുത്ത് മരിച്ചാൽ ഷഹീദാണെന്ന് എന്ത് ചെയ്യും, പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കും. ഇതൊക്കെ സുറൂറുകളുടെ പണിയാണ്. ഇപ്പൊ തന്നെ ഈ ഫലസ്തീന്റെ വിഷയത്തിൽ എത്ര ആളുകളെ ഇവർ പിരികേറ്റി, പലർക്കും പോവാനുള്ള തടസ്സങ്ങൾ കൊണ്ടാണ് ഇവര് പിരികേറ്റി വെച്ച പല ആളുകൾക്കും. എത്ര സന്ദർഭങ്ങളും, ഓരോ സന്ദർഭങ്ങളും വരുമ്പോഴും അതാ പറഞ്ഞ്, ഓരോ ഫിത്തന വരുമ്പോഴാണ് എന്ത് ചെയ്യുക, ഇത് പ്രകടമാവുക. ഓരോ ഫിത്തനകൾ വന്ന സന്ദർഭത്തിലും ഇവരിൽ നിന്ന് ഈ പ്രോത്സാഹനങ്ങളും ഈ പിരികേറ്റലുകളും ഒരുപാടുണ്ടായിട്ടുണ്ട്. തുമ്പും വാലൊന്നും ഇല്ലാതെ, എന്താ പറയാ, ഈ നിബന്ധനകളൊന്നും പരാമർശിക്കാതെ, അല്ലെ, ഖാലിദ് റാഷിദ്, അറബി കേട്ട് തുടങ്ങിയ മിക്ക ആളുകളും കേട്ടിട്ടുണ്ടാവും. ഖാലിദ് റാഷിദ് എന്ന് പറഞ്ഞ തീപ്പൊരി പ്രസംഗം, മലയാളത്തിൽ പറയുന്ന അങ്ങനത്തെ പ്രസംഗങ്ങൾ. അദ്ദേഹത്തിന്റെ ജിഹാദിനെ പറ്റിയിട്ടുള്ള മിക്ക പ്രസംഗങ്ങളും ഈ രൂപത്തിലാണ്. എത്ര ആളുകൾ അങ്ങനെയുള്ള
സംസാരങ്ങൾ വഴിതെറ്റിച്ചിട്ടുണ്ട്, ഖാലിദ് റാഷിദിന്റെ സംസാരങ്ങൾ. എന്നിട്ട് ഈ മഹാനെ ജയിലിലടച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, വലിയൊരു അല്ലാമ, വലിയൊരു പണ്ഡിതനെ സലഫുകളുടെ കാലത്തൊക്കെ ജയിലിട്ടതുപോലെയാണ് ഇയാളെ ജയിലിട്ടെന്നൊക്കെ പറഞ്ഞ് വാദിക്കുന്നത് എത്ര മോശമാണ്. ആളുകൾ വഴിതെറ്റിക്കുന്ന ആളുകളെ ജയിലിലടക്കെങ്കിലും ചെയ്യണ്ടേ? അവന്റെ ഷെറിനെ തടയെങ്കിലും അതിന് പറ്റുന്ന എന്തൊക്കെ വഴികൾ സ്വീകരിക്കാൻ പറ്റും അതൊക്കെ സ്വീകരിക്കാം. അതിന്റെ ഏറ്റവും മിനിമം അളവാണ് ജയിലടയ്ക്കാൻ മതി. അങ്ങനെയുള്ള ആളുകൾക്ക് ജയിലിൽ തന്നെ അടക്കണ്ടേ? എത്ര എത്ര എന്തുണ്ടായിട്ടുണ്ട്, ഫസാദ് ഉണ്ടായിട്ടുണ്ടെന്ന് അറിയോ ഇങ്ങനെയുള്ള ആളുകളുടെ സംസാരങ്ങളും ഇതൊക്കെ കൊണ്ട്. അതുപോലെ തന്നെ ഖാലിദ് റാഷിദ് മാത്രമല്ല, ഇങ്ങനെയുള്ള ഇവർക്ക് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, ചില ഇതൊക്കെ ഉണ്ട്, നഷീദകളൊക്കെ ഉണ്ട്, ജിഹാദിനെ പ്രേരിപ്പിക്കുന്ന പല നഷീദകളും, കവിതകള്, അതുപോലെ തന്നെ ചില എന്താ പറയാ എഴുത്തുകള്, കാർട്ടൂണുകൾ, ഇങ്ങനെ പല തരത്തിൽ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അടയാളാണ്, സമയായോ? നമ്മൾ നേരത്തെ പറഞ്ഞൊരു പ്രത്യേകത, എന്നാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കുരുട്ട് ബുദ്ധികൾ ഉപയോഗിച്ചിട്ട് പണ്ഡിതന്മാരിലേക്ക് നമ്മൾ മടങ്ങുന്നതിന് എങ്ങനെയെങ്കിലും തടയും. സുറൂറിന്റെ പ്രത്യേകതയാണ്. എന്തെങ്കിലും മാർഗങ്ങൾ, കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ടാവും, എന്തെങ്കിലും ന്യായീകരണങ്ങൾ പറയാനുണ്ടാവും. സുറൂറുകൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയും. ഒന്നാമത് ശരിക്കുള്ള ഇഖ്വാനികളാണ് നേരിട്ട് പച്ചയ്ക്ക് പറയും, അവരെന്തല്ല, അവർക്ക് ഫിഖുൽ വാക്കി ഒന്നും അറിയുന്നില്ല. നാട്ടിൽ നടക്കുന്ന അവർക്ക് ആകെ അറിയാ എന്താ പറയാ, ഇങ്ങനെ കിതാബ്, ഇങ്ങനെ എന്താ പറയാ, ഈ ഹൈബ നിഫാസായി ബന്ധപ്പെട്ട് സ്ത്രീകളുടെ അടിപ്പാവാടേക്കുള്ള കാര്യങ്ങൾ മാത്രമേ അവർക്ക് അറിയുള്ളൂ. അവർക്ക് ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നും അറിയില്ല. ഇങ്ങനെ വ്യക്തമായി തന്നെ ആര് ഇഖ്വാനെ, പക്ഷെ സുറൂറുകൾ നമ്മൾ പറഞ്ഞല്ലോ അങ്ങനെ വ്യക്തമായി പറയൂല. അവർക്ക് കുറച്ചുകൂടി ഒരു വളഞ്ഞ വഴിയാണ്. പക്ഷെ അവരെ ഉദ്ദേശിക്കുന്ന നെത്തീജ എന്താണ്? തടയാന്നുള്ള ഉലമാക്കളിൽ നിന്ന് അതിലേക്ക് എത്തിക്കാനുള്ള മറ്റു വഴികൾ, കുറുക്കു വഴികൾ എന്ത് ചെയ്യും? ഇവര് നോക്കും. അതിൽപ്പെട്ടൊരു കുറുക്കു വഴിയാണ് എന്ത്? ഉലമാക്കളുടെ സംസാരം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കൂല. അത് ആര് മനസ്സിലാക്കണം? ദഅവത്ത് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ അവരുദ്ദേശിക്കുന്ന അവരത് എന്ത് ചെയ്യണം? അത് സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ എന്ത് ചെയ്യാവൂ? നമ്മുടെ നാട്ടില് ഖുറാഫികള് അതുപോലെയൊക്കെ തന്നെയാണ് ഏകദേശം. അതുപോലെയൊക്കെ തന്നെയാണ് ഏകദേശം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഭരണാധികാരികളെ അവർക്ക് എന്താ പറയാ, ഉദാഹരണത്തിന് ഇപ്പൊ അരീഫിയൊക്കെ അല്ലെ, മറ്റൊരു പ്രധാനപ്പെട്ട ഇവരുടെ ഷെയ്ഖാണ് അരീഫി. അദ്ദേഹമൊക്കെ പറഞ്ഞ പോലെ എന്താണ് ഭരണാധികാരിക്ക്, ഇപ്പോൾ നിലവിലുള്ള ഭരണാധികാരിക്ക് ഭരിക്കാനുള്ള ദീൻ പഠിപ്പിച്ചിട്ടുള്ള ഷുറൂത്തുകളൊന്നും ഒത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു പോലെ. സാധാരണക്കാരെന്താ മനസ്സിലാക്കുക? അപ്പൊ എന്റെ ഭരണാധികാരി ശർഈയായ ഒരു ഭരണാധികാരി അല്ലേ എന്ന് മനസ്സിലാക്കും. അപ്പൊ എന്ത് സ്വാഭാവികമായിട്ടും ശർഈയായ ഭരണാധികാരിയിൽ എനിക്ക് എന്തല്ല സമൂഹത്തോളത്തില്ല എന്ന് മനസ്സിലാക്കും. അവിടെ ഖുറൂജ് എങ്ങനെയെങ്കിലും ഖുറൂജിലേക്ക് എത്തിക്കാം. അതിന് എന്തൊക്കെ മാർഗങ്ങൾ, വഴികൾ സ്വീകരിക്കാൻ പറ്റുമോ അത് സ്വീകരിക്കുക. ഇത് പരസ്യമായിട്ട് അരീഫി ട്വിറ്ററിൽ എന്തോ എഴുതിയ വാക്കാണ്. കുവൈത്തിലെ ഭരണാധികാരിയെ സംബന്ധിച്ച്
പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അടയാളമാണ്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു അടയാളമാണ്. ഇഖ്വാൻ മുസ്ലിമീൻ ചെയ്യുന്ന എത്ര വൃത്തികെട്ട കാര്യങ്ങളെയും അവര് നല്ല കാര്യമാക്കാൻ, അതിനെ ന്യായീകരിക്കാൻ അവർക്ക് പറ്റുന്ന എത്ര നാണം കെട്ടാലും അവർ ന്യായീകരിക്കാൻ എന്ത് ചെയ്യും? പരിശ്രമിക്കും. സുറൂറുകളുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അടയാളമാണ്. സുറൂറുകളുടെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ്. ഇപ്പോ ഈ ഫലസ്തീന്റെ വിഷയം തന്നെ എടുത്തേ, എന്തൊക്കെ ഉണ്ടായി ഈ അവസാനത്തെ തൂഫാൻ അക്സ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിന് ശേഷം എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്? 20,000-ത്തിലധികം സാധാരണക്കാർ ഇതുവരെ കൊല്ലപ്പെട്ടു. ഇനി എത്ര കൊല്ലപ്പെടും അല്ലാഹു അലം. ഒരു നിരപരാധി കൊല്ലപ്പെട്ടാൽ ഭൂമിയിൽ എല്ലാവരും കൊല്ലപ്പെടുന്നതിന് തുല്യമാണെന്ന് പഠിപ്പിച്ചെന്ന അതേ ദീനിന്റെ ആൾക്കാർക്ക്, അതേ ദീനിന്റെ വക്താക്കളാണെന്ന് വാദിക്കുന്ന ആൾക്കാർക്ക് ഈ 20,000 എന്നുള്ളത് അവിടെ ഒരു വിഷയമേ ആകുന്നില്ല എന്നുള്ളതാണ്. ഒരു പുല്ല് വരെ കൽപ്പിക്കുന്നില്ല ഈ 20,000-ത്തിന്. 20,000 കന്നുകാലികളെ ഇങ്ങനെ നിരപരാധി കൊന്നുകളയെന്ന് പോലും എത്ര ഗൗരവമുള്ള വിഷയം എന്നറിയാം. പിന്നിലെ മനുഷ്യന്മാർ. എന്നിട്ട് ഇതിന് കാരണക്കാരായ ആളുകളെ വലിയ ധൈര്യശാലികളായിട്ടും മുസ്ലിം ഉമ്മത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്ത്, അവർ മുസ്ലിം ഉമ്മത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്തിട്ടില്ലെന്ന് അവരെന്നെ പറയുന്നുണ്ട് പച്ചക്ക്. പിന്നെ ഇവരെന്തിനാണ് ചാർത്തി കൊടുക്കാൻ പോകുന്നത്? ഹമാസിനെ പറ്റിയാ പറയുന്നത്. അവരെന്നെ പറയും, ഹമാസ് തന്നെ പറയണെന്ത്, ഞങ്ങൾക്ക് അത് മാത്രമേ ഞങ്ങളുടെ കടമയുള്ളൂ. അതുകൊണ്ടാണല്ലോ ഒരു മിസൈൽ അയച്ചിട്ട് അടുത്ത മിസൈൽ വരുമ്പോ ഇവരെവിടെ കയറിയിരിക്കുന്നത്? തുരങ്കത്തിനുള്ളിൽ കയറിയിരിക്കുന്നത്. എന്നിട്ട് എന്താ പറയുന്നറിയോ? അവരുടെ കടമ, അവരെ സംരക്ഷിക്കേണ്ട കടമ ആർക്കാ? അത് UN-നാണ് പോലും. എന്നുവെച്ചാൽ ഇവര് അങ്ങോട്ട് അടിക്കുക, ചെറിയൊരു അടി അടിക്കുക, എന്നിട്ട് വലിയൊരു അടി വരുന്നുണ്ടെന്ന് കാണുമ്പോൾ ഇവര് മാറി നിൽക്കുക. എന്നിട്ട് ആ അടി മുഴുവൻ ആര് കൊള്ളുക? എന്നിട്ട് പറയാ ഞങ്ങൾ ഫലസ്തീന്റെ സംരക്ഷകരാണെന്ന്. ആരാണ് പറഞ്ഞത് നിങ്ങൾ സംരക്ഷകരാണെന്ന്? ഫലസ്തീനെ നശിപ്പിക്കുന്നവരാണ് നിങ്ങൾ. അത് അങ്ങനെ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചു. ഇപ്പോ ഹദീസിൽ പോണ്ട, ഖുർആനിൽ തന്നെയല്ലേ, വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ ഫയസുബ്ബുല്ലാഹ അദുവൻ ബിഗൈരിൽ. അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നവരെ നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല. എന്താ കാരണം? അവരതിന് അർഹരല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ തിരിച്ച് അള്ളാഹിനെ ചീത്ത പറയും. അപ്പൊ നമ്മൾ അവിടെ പറയുമ്പോ നമ്മൾ അള്ളാഹിനെ ചീത്ത പറയുന്നതിൽ കാരണക്കാരനാവാണ്. അപ്പൊ നമുക്കിതൊരു കുറ്റുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും ഇത്രയും നിരപരാധികളെ കൊന്നൊടുക്കിയതിന്റെ കാരണക്കാർ ഇവർ തന്നെയാ. ചെറിയ അടി കൊടുത്ത് വലിയ അടി വാങ്ങാം. അടിക്കാൻ വടി കൊടുക്കുന്ന ഇവർ തന്നെയാ. ഈ അടിക്കാൻ വടി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഇവരുണ്ടാക്കിയിട്ടുള്ളത്. ആര്? ശത്രുക്കള്. അതിപ്പോഴും പലർക്കും മനസ്സിലായിട്ടില്ല. ഇത്രയും കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഓരോ 20 ദിവസവും മൊസാദുമായിട്ട് ചർച്ച ചെയ്ത് കാര്യങ്ങൾ കൂടിയാലോചിച്ചിട്ടേ ഓരോ കാര്യങ്ങളും ഹമാസിന്റെ നേതാവ് ഇസ്മായിൽ ഹനിയ ചെയ്യുന്നുള്ളൂ. വ്യക്തമായ തെളിവുള്ള വിഷയം അല്ല. മൊസാദ് ഹിസ്ബുള്ളാഹിനായിട്ട് പിന്നെയുണ്ടെന്ന് പറയാം. ഇവരുടെ എന്താ പറയാ, ഇസ്രായേലിന്റെ ഇന്റലിജൻസ് അവരുമായിട്ട് അവര് കൃത്യമായി പറയുന്ന രൂപത്തിൽ, എന്ന് വെച്ചാൽ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇസ്രായേൽ പ്രീ പ്ലാൻ ചെയ്ത കാര്യങ്ങളാണ്. ഈ കൊല്ലുന്നതടക്കം. എന്നിട്ട് ഇവരെങ്ങനെ മുസ്ലിങ്ങൾ സംരക്ഷകരാവുക? ഇസ്രായേലിന്റെ കയ്യിൽ മുസ്ലിമീങ്ങൾ അടിക്കാനുള്ള വടി ആരെങ്കിലും വെച്ചു കൊടുക്കണം. അത് വെച്ചു കൊടുക്കാൻ ഇവര് ഏൽപ്പിച്ച ആളാണ് ഹമാസ്. അത്രേ ഉള്ളൂ. അതവർ പരമാവധി മുതലെടുക്കുന്നുണ്ട്. വല്ലപ്പോഴും 20 വർഷത്തിൽ എപ്പോഴെങ്കിലും 20 ദിവസം, ഓരോ 20 ദിവസവും മൊസാദുമായിട്ട് ചർച്ച ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ നടത്തുന്നുള്ളൂ. ഇതൊന്നും അറിയാതെ പോരുത്. എന്നിട്ട് ഇവിടെ ഈ മല പോലെ വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ 1 ലക്ഷത്തിലധികം ആളുകൾ അവിടെ നിന്ന് വിട്ടുപോയി, ഗസ വിട്ടുപോയി.
ഗസയുടെ 60% കെട്ടിടങ്ങൾ തകർന്ന് ഒരു റൂം പോലും ബാക്കി തകർന്ന് തരിപ്പണായി. 60% 40 വർഷത്തിന് ശേഷം ആദ്യമായി ഇസ്രായേലിലെ പല ആളുകളും ശത്രു സൈന്യം ഇതുവരെ എത്താത്ത സ്ഥലങ്ങളിൽ പോലും ഇപ്പൊ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അത്ര വർഷത്തിന് ശേഷം ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ 2 ദിവസം മുമ്പോ പ്രവേശിക്കാൻ അവസരം ഒരുക്കിയതാരാ? ഇവരെന്നെ. ഇങ്ങനെ മലപോലെ ഭീമമായ നഷ്ടങ്ങൾ ഈ ഭാഗത്തുണ്ടാവുമ്പോ ഈ മാധ്യമങ്ങൾ നമുക്ക് കാണിച്ചു തരുന്ന എന്താ? മാധ്യമം, പത്രം, മീഡിയ വൺ ഇവര് നമുക്ക് കാണിച്ചു തരുന്ന എന്താ കാണിച്ചു തരുന്നത്? ഇപ്പുറത്ത് വയറ്റില് തൂറ്റലിളകി, അപ്പുറത്ത് അവൻ എന്ത് ചെയ്തു, കുഴഞ്ഞു വീണു, അപ്പുറത്ത് പടക്കക്കണ തല്ലിപ്പൊടിച്ച് ചിരിച്ചു ആഘോഷിച്ചു, ഇപ്പുറത്ത് 10 പേര് മരിച്ചു, അവിടെ ഒരു നേതാവിന്റെ മകൻ കൊല്ലപ്പെട്ടു. ഇങ്ങനെ ഈ പറഞ്ഞിട്ട് എന്നിട്ട് എന്താ പറയാ, അന്നാ ഉടമ്പടി ഉണ്ടായപ്പോ ഇവര് പറഞ്ഞെന്തെന്നറിയോ? ഈ പത്രക്കാരും മീഡിയക്കാരും എന്താ പറഞ്ഞ്? ഹമാസിന്റെ നയതന്ത്രം, അതിന്റെ മികവ് കുടുങ്ങിപ്പോയിട്ടാണ്, നിവർത്തി കിട്ടിട്ട് വേറൊരു രക്ഷയില്ലാണ്ട് ഇങ്ങനെ മുസ്ലിമീങ്ങളെ വഞ്ചിക്കുകയാണ് പരസ്യമായിട്ട്. പക്ഷെ ഇത് എത്ര കാലം മൂടി വയ്ക്കാൻ പറ്റും ഇവർക്ക്? എത്ര പേരെന്ന് മൂടി വയ്ക്കാൻ പറ്റും? ഇവരുടെ മീഡിയകൾ മാത്രമല്ലല്ലോ ലോകത്തുള്ളത്. അപ്പൊ ഈ തരത്തില് ഞാൻ പറഞ്ഞില്ലേ, സുറൂറുകളുടെ പ്രത്യേകതയാണ് ഇഖ്വാനികളുടെ പ്രവർത്തനങ്ങളെ പരമാവധി ന്യായീകരിക്കും. എങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ പറ്റുമോ? നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയക്കാർ ചെയ്യുന്ന എന്താ? അവനവന്റെ പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിൽ എങ്ങനെയാണെങ്കിലും എന്തെങ്കിലും കാട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അതേപോലെ തന്നെ അത് ഇവരുടെ അടിസ്ഥാനമാണ്. എന്നുവെച്ചാൽ ഇവരുടെ വലാവും ബറാവും എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇവരുടെ ഹിസ്ബിന്റെ അടിസ്ഥാനത്തിലാണ്. അതങ്ങനെ തന്നെ പറയുന്നുണ്ട്. ആര്? ഇവരുടെ നേതാവ് ഹസനുൽ ബന്ന. എവിടെയാണത്? ഹസനുൽ ബന്ന അദ്ദേഹം പറയുന്നത്, മൗഖിഫുന മിനദ് ദഅവാത്തിൽ മുഖ്തലിഫ അൻ നുൻസിലഹ മീസാന ദഅവത്തിന. മറ്റുള്ള ദഅവത്ത് എന്നുവെച്ചാൽ മറ്റുള്ള വിഭാഗങ്ങളായിട്ട് നമ്മുടെ മൗഖിഫ് എന്താ? അത് നമ്മുടെ ദഅവത്തുമായിട്ടാണ് തട്ടിച്ചു നോക്കുക. ഖുർആൻ സുന്നത്തായിട്ടൊന്നുമല്ല, നമ്മുടെ ലക്ഷ്യമായിട്ട് തട്ടിച്ചു നോക്കും. ഫമാ വാഫഖഹ ഫമർഹബ. നമ്മുടെ ഇതുമായിട്ട് ലക്ഷ്യമായിട്ട് യോജിക്കുന്നവരാണെങ്കിൽ മർഹബ, സ്വാഗതം. വമൻ ഖാലഫഹ ഫനഹ്നു ബറാഉ മിൻഹു. ഇതുമായിട്ട് യോജിക്കാത്തവരാണെങ്കിൽ ഞങ്ങളെന്താ? അവരെന്ന് ബറാണ്, ഞങ്ങൾ അവരുമായിട്ടൊരു ബന്ധമില്ല. വെച്ചാൽ അവനവന്റെ എന്താണ് ഈ വിഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ വലാ ബറ. അതുകൊണ്ടാണല്ലോ അവരുമായിട്ട് യോജിക്കുന്ന എത്ര ചെറിയ എന്താ പറയാ ഒരു തോലിബ് ഇൽമാണെങ്കിലും വലിയ ആളാക്കിയിട്ട് സമാഹത്ത് ഷെയ്ഖ് അൽ അല്ലാമ എന്നൊക്കെയാണല്ലോ സുലൈമാൻ ഉൽമാനെ കൊടുത്തിട്ടുള്ളത്. എന്നാൽ അവരുമായി യോജിക്കാത്ത എത്ര വലിയ പണ്ഡിതനാണെങ്കിലും മോശക്കാരനാക്കും, വളരെ മോശക്കാരനാക്കും. ഖുറാഫികൾ നമ്മളെ വഹാബികളെന്ന് വിളിക്കുന്ന പോലെ ഇവര് നമ്മളെന്ത് വിളിക്കും? ജാമികളെന്ന് വിളിക്കും, അല്ലെങ്കിൽ മദ്ഹരി എന്ന് വിളിക്കും. അതെന്തിനാ വിളിക്കുന്ന അറിയോ? എന്തിനാ വിളിക്കുന്നത്? ഖുറാഫികൾ വഹാബിയെ നമ്മൾ എന്തിനാ വിളിക്കുന്നത്? അതേ ലക്ഷ്യത്തിന് തന്നെയാണ്, സെയിം അതേ കാര്യം, അതേ ലക്ഷ്യം, വാക്കുകൾ മാത്രം മാറിയെന്ന് മാത്രം. ഖുറാഫികളുടെ അടിവേരറുത്തതിൽ അവസാന കാലത്ത് ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടായിരുന്ന മുഹമ്മദ് അബ്ദുൽ വഹാബ് ആയതുകൊണ്ട് ആ ദേഷ്യത്തോടു കൂടെ വഹാബി എന്ന് വിളിക്കുമ്പോൾ അതേപോലെ തന്നെ ഇഖ്വാനികളുടെ അടിവേരറുക്കുന്നതിൽ ഈ അവസാന കാലഘട്ടത്തിൽ അവരവസാനം ഇപ്പൊ തന്നെ അടുത്ത വന്നിട്ടുള്ളൂ. അത് തുടങ്ങുമ്പോൾ തന്നെ അത് വളരെ അതിന്റെ അടിസ്ഥാനങ്ങളൊക്കെ തകർത്ത് കളയാൻ
വളരെ മുൻപന്തിയിലുണ്ടായിരുന്ന രണ്ടാളുകളാണ് മുഹമ്മദ് അമാനുൽ ജാമി റഹിമഹുല്ലാഹ്, അതുപോലെ തന്നെ റബീ ബിൻ ഹാദി അൽ മദ്ഖലി ഹഫിളഹുല്ലാഹ്. എത്രത്തോളം പല പണ്ഡിതന്മാർക്കും ഇവരുടെ കാര്യം വ്യക്തമാകാത്ത സന്ദർഭത്തിലാണ് എന്ത് ചെയ്യുന്നത്, സയ്യിദ് കുത്തുബിന്റെ ദലാലത്തുകൾ അത് മാത്രം വിശദീകരിച്ചിട്ട് ഷെയ്ഖ് റബീ ഹഫിളഹുല്ലാഹ് ഗ്രന്ഥം എഴുതുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വിളിക്കും, മദ്ഖലീന്ന് വിളിക്കും, വിളിച്ചോട്ടെ, ജാമീന്ന് വിളിക്കും, വിളിച്ചോട്ടെ, വഹാബിന്ന് വിളിക്കുന്ന പോലെയുള്ളൂ. അൽഹംദുലില്ലാഹ്. പിന്നെയും വേറെ വിഷയങ്ങളുണ്ട് ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്കിത് ഇതിപ്പോ നമ്മുടെ ഉദ്ദേശം എന്തല്ല, നമ്മൾ സംസാരത്തിന്റെ ഉദ്ദേശം നേരത്തെ പറഞ്ഞു, നസീഹത്താണ്. എന്ന് വെച്ചാൽ ഒന്നാമത് ഇത് നമ്മൾക്കുള്ള അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന നിങ്ങൾക്കുള്ള നസീഹത്താണ്. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സലഫിയത്തല്ല, ഈ പറഞ്ഞ അടയാളങ്ങളൊന്നും ഇതൊന്നും സലഫിയത്തല്ല. ഇത് സലഫിയത്തായി ആരെങ്കിലും അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവൻ സുറൂറിയായിരിക്കും, എന്നുവെച്ചാൽ വ്യക്തമായി ഇഖ്വാനത്തെ പ്രചരിപ്പിക്കാൻ തന്നെ തുനിഞ്ഞിറങ്ങിയ സലഫി മുഖമൂടിയിട്ട ഒരാളായിരിക്കും, അല്ലെങ്കിൽ ഒരു സലഫി അത് സലഫിയത്താണ് തെറ്റിദ്ധരിച്ച് ചെയ്തതായിരിക്കാം. ഇത് നമ്മളിത് അറിയണം, തിരിച്ചറിയണം, നമ്മളിത് മനസ്സിലാക്കണം ഇൻഷാ അല്ലാഹ്. അത് കാര്യങ്ങൾ കൃത്യമായി ഈ രൂപത്തിൽ, എന്നുവെച്ചാൽ ഹക്കല്ലാത്തൊരു കാര്യം ഹക്കായിട്ട് ഇവിടെ നിലനിൽക്കാൻ പാടില്ല. ഇത് ഇഖ്വാനിയത്താണെന്ന് പറഞ്ഞാൽ അവരിത് പറഞ്ഞോട്ടെ, അത് പറഞ്ഞോട്ടെ പറഞ്ഞാല് അത് അനുവാദമായിട്ട് ഇഷ്ടമായിട്ട് പറയുന്നതല്ല, അങ്ങനെ പറയുന്നതാണ് പിന്നെയും അതിന്റെ അപകടം കുറച്ചുകൂടി കുറവാണ്, അതിന്റെ അപകടം കുറച്ചും കൂടി പിന്നെയും കുറവാണ്. പക്ഷെ ഇതേ കാര്യം ഇഖ്വാനിയത്തിന്റെ ആശയങ്ങൾ അതിന്റെ ലക്ഷ്യത്തിലേക്ക് സലഫിയത്തിന്റെ പേരും പറഞ്ഞ് ഇറങ്ങുമ്പോൾ അത് പിന്നെയും വളരെ ഗൗരവമുള്ള വിഷയം, വളരെ ഗൗരവമുള്ള വിഷയമാണ്. ശരിക്കും ഖദറല്ലാഹു മാ ശാ ഫഅൽ. ഇതിപ്പോ ഈ ഒരു ഫിത്ന ഈ അടുത്ത കാലത്ത് വന്നതുകൊണ്ടാണ് നാട്ടിൽ ഇത്രയധികം സുറൂറിയത്തുള്ളത് ശരിക്കും ബോധ്യപ്പെടുന്നത്. അത് അല്ലെങ്കിൽ ഈ വിഷയം ഇതിന്റെ ഗൗരവം കാരണത്താൽ ആദ്യം പറയേണ്ട വിഷയമാണ്. ഹദ്ദാദിയത്തല്ല സലഫിയത്തുള്ള വിഷയം പറയുന്നതിന് മുമ്പേ ഈ വിഷയം പറയേണ്ട അത്രയും ഗൗരവമുള്ള വിഷയം. പക്ഷെ ഈ ഒരു ഫിത്ന വന്നപ്പോഴാണ് ഇത്രയും പ്രകടമായത്, അതുകൊണ്ടാണ് ഇത്രയും വൈകിപ്പോയത്. അല്ലാഹു സുബ്ഹാനഹു എന്ത് ചെയ്യട്ടെ, എല്ലാ ഫിത്നകളുടെ കാലഘട്ടത്തിലും ശരിയായ ഹക്കിന്റെ മാർഗം അത് ശരിക്ക് പഠിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ കൃത്യമായി മുറുകെ പിടിച്ച് മരണം വരെ ശരിയായ സലഫിയത്തിൽ തന്നെ ജീവിച്ച് മരണപ്പെടാൻ റബ്ബ് സുബ്ഹാനഹു നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുമാറില്ല. ഇതൊക്കെ ഇങ്ങനെയുള്ള സംസാരങ്ങളും കൂടിയിരിക്കലുകളും പഠനങ്ങളൊക്കെ സബബുകൾ മാത്രമാണ്. ഇത് നമ്മൾ സ്വീകരിക്കേണ്ടെന്നല്ല, ഇത് നമ്മൾ പറ്റുന്നതിന് പരമാവധി സ്വീകരിക്കണം. പക്ഷെ നമ്മൾ എപ്പോഴും ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. എല്ലാം റബ്ബിന്റെ കൈകളിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന പോലെ ഇന്നൽ ഖുലൂബ ബൈന ഉസ്ബുഅൈനി മിൻ അസാബിർ റഹ്മാൻ. എല്ലാവരുടെ ഹൃദയങ്ങൾ എന്നുള്ളത് അള്ളാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ്. യുഖല്ലിബുഹ കൈഫ യശാ. അള്ളാഹു ഉദ്ദേശിക്കുന്ന പോലെ എന്ത് ചെയ്യും, അത് തിരിച്ചു കളയും. എത്ര ഈ ഒരു ഫിത്നയിൽ തന്നെ നിങ്ങൾ അത് പലരുടെയും പേര് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് പറയുന്നില്ല. ഒരുപാട് വലിയ ഹിദ്മത്തുകൾ ഒരുപാട് കാലം സലഫിയത്ത് പറഞ്ഞ് അവരുടെ സലഫിയത്ത് പഠിപ്പിക്കുന്നതിൽ അവരുടെ താടി നരച്ച പ്രായം കൊണ്ടൊക്കെ ഒരുപാട് പലരും ആദരിക്കുന്ന അവസ്ഥയിലുള്ള അത്രയും വലിയ മുതിർന്ന പണ്ഡിതന്മാർ പോലും അറിഞ്ഞോ അറിയാതെയോ സുറൂറിയത്ത് പറയുന്നൊരവസ്ഥ ഈ ഫിത്നയിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പാടാണ്. ഒന്നും അറിയാത്ത അവര് ഈ ദീനു വേണ്ടി ചെയ്ത സേവനങ്ങളിൽ ഒരു തരി പോലും ചെയ്തിട്ടില്ലാത്ത നമ്മൾക്ക് ഈ ഹിദായത്ത് ഇപ്പൊ ഉണ്ടെങ്കിൽ അത് റബ്ബിന്റെ ഔദാര്യം കൊണ്ടെന്ന് മാത്രമാണ്. അത് നമ്മൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത് നമ്മൾ ഈ ഔദാര്യം നമ്മളിൽ നിന്ന് വിട്ടുപോവാതിരിക്കാൻ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഈ ഒരു ഔദാര്യം നമ്മൾ വിട്ടുപോവാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശുക്ർ ചെയ്യാന്നുള്ളതാണ്. ഈ ഒരു നിഅമത്തിന് ഈ ഒരു നിഅമത്തിനെ നിഅമത്തായി തന്നെ മനസ്സിലാക്കി അതിന് ശുക്ർ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നതിൽ പരമാവധി ശുക്ർ ചെയ്യാൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ കഷ്ടാണ്. നമ്മുടെ
ആഖിറത്ത് ഏത് കോലത്തിലാവുന്ന ഒരാൾക്കും ഉറപ്പ് പറയാൻ സാധിക്കില്ല. പക്ഷെ നമ്മുടെ പരമാവധി നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു ഷക്കൂറാണ്. എന്നുവെച്ചാൽ നമ്മൾ കഴിവിന് നമ്മൾ മാക്സിമം പരിശ്രമിച്ചിട്ടും നമ്മുടെ വഴി തെറ്റിക്കൊന്നുമില്ല. അങ്ങനെയൊന്നും ആരും പേടിക്കണ്ട. പക്ഷേ സത്യസന്ധമായ പരിശ്രമം, ആത്മാർത്ഥമായ പ്രാർത്ഥന ഇതുണ്ടാവണം. അത് റബ്ബിനറിയാം ആരാണ് സത്യസന്ധൻ, ആരാണ് ആത്മാർത്ഥമുള്ളവൻ. അതുള്ളവർക്ക് റബ്ബിന്റെ ഹിദായത്ത് റബ്ബുണ്ടാവും. വേറെ ആര് എന്തൊക്കെ ഫിത്തനകൾ വന്നാലും അവനെ റബ്ബ് ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തും. കാരണം മയ്യഹദില്ലാഹു ഫല മുദില്ല. അല്ലാഹു ഒരാളെ ഹിദായത്തിലാക്കിയാൽ അവനെ ഒരാൾക്ക് ബലാലത്തിലാക്കാൻ കഴിയൂല. വളരെ നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക, ദുആ ചെയ്തുകൊണ്ടിരിക്കുക, സബബുകൾ പരമാവധി സ്വീകരിക്കുക. നമ്മൾ ഏറ്റവും മിനിമം ഓരോ ഫിത്തനകൾ വരുമ്പോഴെങ്കിലും ആ വിഷയത്തെ പറ്റി പഠിക്കാൻ ശ്രമിക്കുക. ആ വിഷയത്തിൽ ക്ലാസ്സുകൾ നിർബന്ധമായും സംഘടിപ്പിക്കുക. ഇത് ഏതെങ്കിലും നമ്മുടെ എന്താ പറയാ ഏതെങ്കിലും കുറച്ച് ആളുകൾ ദീൻ പഠിക്കുന്ന കുറച്ചു പേരോ ഇങ്ങനെയൊന്നും അറിയേണ്ട വിഷയങ്ങളൊന്നുമല്ല ഇതൊന്നും. നമ്മുടെ വീട്ടിലെ ഓരോരുത്തരും അറിയേണ്ട വിഷയങ്ങളാണ്. നമ്മുടെ ഭാര്യമാരായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, എല്ലാവരും അറിയേണ്ട വിഷയങ്ങളാണ്. അപ്പൊ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല എന്തേട്ടെ നമുക്ക് എല്ലാവർക്കും റബ്ബനാ ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്.